ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വരുത്തിവെച്ചത് വമ്പിച്ച കടബാധ്യത. അയ്യപ്പ സംഗമം നടത്തിയ വകയിൽ ഇനി ബോർഡ് കൊടുത്തു തീർക്കാനുള്ളത് 4,35,00,000 രൂപയാണ്. ഇതിൽ 4 കോടി നൽകാനുള്ളത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ഹോട്ടലുകൾക്ക് ലക്ഷങ്ങൾ കടമുണ്ട്. അയ്യപ്പ സംഗമത്തിന്റെ ഭക്ഷണ ചെലവ് സംബന്ധിച്ച് സമർപ്പിച്ചത് കള്ളക്കണക്കാണെന്നും വ്യക്തമായിട്ടുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അയ്യപ്പ സംഗമം സംബന്ധിച്ച ക്രമക്കേടുകൾ ഓരോന്നോരോന്നായി പുറത്തുവരുന്ന സാഹചര്യത്തിൽ ശ്രീ പി കെ ഗോപൻ CPM, ശ്രീ രാജു പി നായർ കോൺഗ്രസ്, ശ്രീ PR ശിവശങ്കർ BJP എന്നിവർ ഈ ദിവസത്തെ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ പി കെ ഗോപൻ, ഒന്നാമത്തെ പ്രശ്നം ടെൻഡർ ഇല്ലാതെ, കോമ്പറ്റേറ്റീവ് ബിഡ്ഡിംഗ് ഇല്ലാതെയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഉപസ്ഥാപനമായ IIICക്ക് ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാർ കൊടുത്തിട്ടുള്ളത്. അവർ സമർപ്പിച്ചിട്ടുള്ള ബില്ലുകളിൽ ഓഡിറ്റർമാർക്ക് സംശയമുണ്ട് താനും. അപ്പോ ഇത് തട്ടിപ്പിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു എന്ന് തന്നെ വ്യക്തമല്ലേ? ശ്രീ അഭിലാഷ് മോഹൻ, ഇങ്ങനെ ഒരു പ്രശ്നത്തെ ചുരുക്കി കാണേണ്ടതുണ്ടോ? അത്ര ലാഘവത്തോടുകൂടി അതിന് പ്രതികരിക്കേണ്ടതുണ്ടോ? ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെടുത്തി അവരാവിഷ്കരിച്ച ഒരു പുതിയ സംവിധാനമാണ്. അത് നമ്മളൊക്കെ നേരത്തെ പല ഘട്ടത്തിൽ ചർച്ച ചെയ്തതുപോലെ ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആകണം. ഇന്ത്യയെ സംബന്ധിച്ച് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെയും അയ്യപ്പ വിശ്വാസികൾ വന്നു പോകുന്ന ഒരിടം കൂടിയാണ്. അപ്പോൾ അവിടെ വിശ്വാസികളുടെ വർഷങ്ങളായുള്ള അഭ്യർത്ഥന, പല വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ, ഇതെല്ലാം കൂടി ക്രോഡീകരിക്കുന്നതിന് അയ്യപ്പ വിശ്വാസികളുടെയും ടെക്നീഷ്യന്മാരുടെയും അതുപോലെ ആ മണ്ഡലത്തിൽ അഭിപ്രായങ്ങൾ പറയാൻ കഴിയാവുന്ന വിദഗ്ധരുടെയും ഒരു മീറ്റിംഗാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത്. ഏതാണ്ട് 4000, കൃത്യമായി കണക്ക് പറഞ്ഞാൽ 4216 പേരാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത്. ഇന്ത്യയിലെ 16-ൽ പരം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന അയ്യപ്പ വിശ്വാസികളും ഒക്കെ പങ്കെടുത്ത ഒരു പരിപാടിയാണ് അവിടെ ആവിഷ്കരിച്ചത്. ആ പരിപാടിക്ക് സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്തുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് കണ്ടെത്തിയ ഒരു മാർഗം. സ്വാഭാവികമായിട്ടും ശബരിമലയിലെ മുഴുവൻ വരുമാനങ്ങളും അവിടെ ഭക്തജനങ്ങൾ എന്നിട്ട് സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്തിയോ? ഇവിടെ തുടക്കത്തിലുള്ള പ്രശ്നം മുഴുവൻ വരുമാനം, ശ്രീ ഗോപൻ, തുടക്കത്തിലുള്ള പ്രശ്നം ബിഡ്ഡിംഗ് ഇല്ലാതെ എങ്ങനെയാണ് ഇവന്റ് മാനേജ്മെന്റ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കമ്പനിക്ക് കൊടുക്കുക എന്ന ഒന്നാമത്തെ പ്രശ്നം. സബ് കോൺട്രാക്ട് കിട്ടിയ ആളുകൾ നൽകിയ ഹെഡ്വൈസ് ബില്ലുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കൂടിയ കണക്കുകളുള്ള ബിൽ ഈ കമ്പനി, ഈ സ്ഥാപനം നൽകിയിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്. ആ ബില്ലൊക്കെ പേ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് എന്താ പറഞ്ഞത്? ബോർഡിന്റെ ഒരു തുക പോലും എടുക്കില്ല, മറിച്ച് സ്പോൺസർഷിപ്പിലൂടെയാണ് ഇതിനു വേണ്ട മുഴുവൻ തുകയും കണ്ടെത്തുക എന്ന്. എന്നിട്ട് സ്പോൺസർഷിപ്പിലൂടെ എത്ര തുക കണ്ടെത്തി? ആരാണ് സ്പോൺസർമാർ? ആകെ 2 സ്പോൺസർമാരെ ഇപ്പോൾ ഉള്ളൂ. അത് ഒന്ന് കേരള ബാങ്കാണ്, 2 ധനലക്ഷ്മി ബാങ്കാണ്. ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം. ബോർഡിന്റെ എല്ലാ അക്കൗണ്ടുകളും ധനലക്ഷ്മി ബാങ്കിലാണ്. രണ്ടാമത്തത് CPM-മായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികൾക്കും ഫണ്ട് തരേണ്ട, സംഭാവന തരേണ്ട ബാധ്യതയുള്ള കേരള ബാങ്കും. അല്ലാതെ വേറെ എവിടെ സ്പോൺസർ? ഒരു പണം പോലും ബോർഡിന്റെ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് എവിടെ സ്പോൺസർഷിപ്പ് തുക? ശ്രീ അഭിലാഷ്, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, അങ്ങനെ ശബരിമലയിലെ വരുമാനം എന്നുള്ളത് മഹാഭൂരിപക്ഷവും അയ്യപ്പ ഭക്തർ നൽകുന്നതാണ്. രണ്ടാമത്തെ വരുമാനം കേരള സർക്കാർ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന പ്രത്യേക പദ്ധതി പ്രകാരമുള്ള തുകയാണ്. ഈ 2 വരുമാനമാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ശബരിമലയിലെ വികാസ പരിണാമങ്ങൾക്ക് വേണ്ടി, ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ വേണ്ടി അവിടെ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിനുള്ള തുകയും ഭക്തർ സംഭാവനയായിട്ട് നൽകുക, അതിനാണ് ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവിടെ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇനി അങ്ങയുടെ രണ്ടാമത്തെ ചോദ്യം, ഇത് ബിഡില്ലാതെ എങ്ങനെ കൊടുത്തു? നിയമപരമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ബിഡ് വേണ്ട. അത് അവരതുകൊണ്ടാണ് നമുക്ക് നാഷണൽ ഹൈവേയുടെ പണി അവർ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചതുമല്ല. അങ്ങനെയാണ് കേരളത്തിലെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അങ്ങനെയാണ്. അത് ഓഡിറ്റ് ഉള്ളതാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ സംബന്ധിച്ച് അതിൻ്റെ കണക്കുകളെല്ലാം സുതാര്യമാണ്.
യാതൊരു തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടക്കാത്ത ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നാണത്, അല്ലെങ്കിൽ ഒന്നാമത്തെ സ്ഥാപനമാണ് അത്. നമ്മുടെ നവോത്ഥാന കാലത്ത് വാഗ്ബടാനന്ദൻ്റെ കൈകളിൽ ആവിഷ്കൃതമായതാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിന് ബിഡ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ്, അത് ലീഗലിയാണ്, ബിഡ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് അത് കിട്ടിയത്. അവരത് ഭംഗിയായിട്ട് ചെയ്തു. അതിനുശേഷമുള്ള കോലി വെക്കുന്ന എല്ലാ പദ്ധതിക്കും ഊരാളുങ്കലാണ്. അതിപ്പോ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി ആവട്ടെ, ഇവന്റ് മാനേജ്മെന്റ് പദ്ധതി ആവട്ടെ, സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പദ്ധതി ആവട്ടെ, എല്ലാം ഊരാളുങ്കലാണ്. അവർക്ക് ബിഡ് ചെയ്യാതെ തന്നെ കൊടുക്കാം എന്ന ന്യായമുണ്ട് എന്ന് പറയുന്നു. അത് ഒന്നാമത്തെ വശം. ശരി, ഇനിയിപ്പോ ഈ തരത്തിൽ ബിഡ് ഇല്ലാതെ ഇതിന്റെ വർക്ക് കിട്ടിയിട്ടുള്ള കമ്പനി എക്സ്പെൻസ് പെരുപ്പിച്ച് കാണിക്കാൻ പാടുണ്ടോ? ബില്ലുകളിൽ കൂടിയ തുക എഴുതാൻ പാടുണ്ടോ? എന്നിട്ട് ഇനിയിപ്പോ ആ പണം ആര് കൊടുക്കണം? അല്ല, ഇതൊക്കെ നിങ്ങൾ പറയുന്ന, ഇതൊക്കെ തെളിവ് സഹിതം വരേണ്ടുന്ന കാര്യങ്ങളാണ്. ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള കാര്യമാണ്. ഒന്നാമത് നമ്മൾ സമ്മതിക്കേണ്ട കാര്യം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ബിഡ് വേണ്ട. രണ്ടാമത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം, കേരളത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് പുറത്തും നടത്തി കേരളീയ സമൂഹത്തിൻ്റെയും ഭാരതീയ സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും മുമ്പിൽ അവരുടെ സുതാര്യതയും സത്യസന്ധതയും ശേഷിയും അവരുടെ ടെക്നിക്കൽ പെർഫെക്ഷനും എല്ലാം തെളിയിച്ച ഒരു സംവിധാനമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സൊസൈറ്റിയെ ഇരുട്ടിൽ നിർത്തുന്നത് ഒരു ശരിയായ ആക്ഷേപമോ ആരോപണമോ അല്ല. അവർക്ക് ഈ 4 കോടിയുടെയും 3 കോടിയുടെ 1000, 1500 കോടി രൂപയുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. കേരളീയർക്ക് അത് ഇപ്പൊ തന്നെ പരിചയപ്പെട്ടു. പല ചരിത്രം പറയാനല്ലോ ഞാൻ പറഞ്ഞു തീരുന്നു. അവര് കൃത്യമായിട്ട് അതിന്റെ മാസങ്ങൾ ഊരാളുങ്കലിന്റെ വാഗ്ഭടാനന്ദന്റെ കാലം മുതലുള്ള ചരിത്രം അങ്ങ് പറഞ്ഞു. സിമ്പിളായി ഓഡിറ്റ് ചെയ്ത ഓഡിറ്റർമാർ ചൂണ്ടിക്കാണിച്ച കാര്യം നോക്കൂ. ഇപ്പോ ഈ ബില്ലുകൾ, ദേവസ്വം ബോർഡ് കൊടുക്കേണ്ട ബില്ലുകൾ ഉണ്ടല്ലോ, മെയിൻ കോൺട്രാക്ട് നേടിയിട്ടുള്ള IIIC, അതായത് ഊരാളുകളുടെ ഉപകമ്പനി, എമൗണ്ട് ഇൻ ആക്ച്വൽസ് ബില്ല് കൊടുത്തിരിക്കുന്നത് കോർഡിനേറ്റിംഗ് എക്സ്പെൻസസ് 2 ലക്ഷം രൂപ. അതേ ജോലി ഉപകരാർ കൊടുത്തിരിക്കുന്ന കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് സബ് കോൺട്രാക്ട് നേടിയിട്ടുള്ള കമ്പനിയാണ്. അവരുടെ ബില്ല് പ്രകാരം, അവരുടെ ഈ ഹെഡിൽ നിന്നുള്ള ബില്ല് പ്രകാരം നില്ലാണ്, 0 ആണ്. പോട്ടെ, ലോജിസ്റ്റിക്സ് ആൻഡ് അക്കോമഡേഷൻ പേഴ്സണൽ 1 ലക്ഷം രൂപയാണ് ഈ ഹെഡുകളിൽ നിന്നുള്ള ബില്ല് അനുസരിച്ച് സബ് കോൺട്രാക്ട് കിട്ടിയ കമ്പനി പറയുന്നത്. നോക്കൂ, ഊരാളുങ്കൽ കൊടുത്തിരിക്കുന്ന, അതായത് നമ്മൾ പേ ചെയ്യേണ്ട, ദേവസ്വം ബോർഡ് പേ ചെയ്യേണ്ട ബില്ല് എത്രയാണ്? ബില്ലിന് ആക്ച്വൽ എമൗണ്ട് 2,33,224 ഇനി പോട്ടെ, ഡെയിലി ഫുഡ് അലവൻസ്, പാർട്ട് ഡെയിലിൽ പെടുന്ന ഡെയിലി ഫുഡ് അലവൻസ് ഈ ഉപകരാർ കിട്ടിയ കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള ചെലവ് എന്ന് പറയുന്നത് 5,939 രൂപയാണ്. ഫുഡ് ബാറ്റ 5,939 രൂപയാണ് യഥാർത്ഥത്തിൽ സബ് കോൺട്രാക്ട് കിട്ടിയ കമ്പനിയുടെ കണക്കനുസരിച്ച്. ഇവർ ക്ലെയിം ചെയ്യുന്ന ബില്ല് എത്രയാണ്? ആക്ച്വൽ ബില്ലിൽ ക്ലെയിം ചെയ്യുന്നത് എത്ര തുകയാണ്? 73,780 രൂപ. ഇതൊക്കെ ഓഡിറ്റർമാർ കണ്ടെത്തിയ കാര്യമാണ്. ഊരാളുങ്കലിന് വലിയ ചരിത്രമുണ്ട്, വാഗ്ഭടാനന്ദൻ തുടങ്ങിയതാണ്, വലിയ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നതാണ്. അതുകൊണ്ട് അവരുടെ ഉപകമ്പനി എന്ത് ബില്ല് എഴുതി തന്നാലും അത് പേ ചെയ്യണമെന്നാണോ? അങ്ങ് ഇത്ര ആവേശം കാണിക്കേണ്ട കാര്യം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ബഹുമാന്യനായ ജയകുമാർ സാർ, അല്ലെ ഞാൻ പറയട്ടെ, അല്ലെ നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുക ഉത്തരം പറയാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശീലം അഭിലാഷിന് സാധാരണ ഇല്ലല്ലോ. നിങ്ങൾക്ക് ചോദ്യം മാത്രമായിട്ടേ അങ്ങനെ ഒരു ചർച്ച നടത്തുന്ന ആളല്ലല്ലോ അഭിലാഷ്. നിങ്ങൾ ഇത് ആവിഷ്കരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണത്. ഞാൻ പറഞ്ഞത്, ഒരു ചോദ്യം 10 ചോദ്യം ചോദിച്ചാൽ ഒരെണ്ണത്തിന് മറുപടി പറയാൻ സമ്മതിക്കും, എന്നിട്ട് നമുക്ക് രണ്ടാമത്തിലേക്ക് കിടക്കാം. ചോദ്യം 10 ഉത്തരം ഒരെണ്ണം പോലും വേണ്ട എന്നുള്ള സ്ഥിതി ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് 17-ാം തീയതി ബഹുമാന്യനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ സാർ ഇവരുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. എന്തിനാ? ഇതിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി. നമ്മൾ കാണേണ്ടതൊരു കാര്യം, 4, 5, 6, 7 കോടി രൂപയുടെ പരിപാടിയാണ്. ഇത് 7 കോടി രൂപയാണ് മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഈ ശബരിമലയിൽ ഇത് അവർക്ക് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു 10 കോടി താഴെയുള്ള ഒരു പ്രോജക്റ്റ് നിരവധി തവണ ഊരാളുങ്കലുകാരെ സമീപിച്ചു. അവർ ആ ചെറിയ പ്രോജക്റ്റ് ഏറ്റെടുക്കില്ലെന്ന് പറഞ്ഞു. അവസാനം അവരുടെ ഒരർത്ഥത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഞങ്ങൾക്ക് അത് ചെയ്തു കിട്ടുന്നതിന് ഒരു പെർഫെക്ഷൻ വേണം, നിങ്ങൾക്കാണ് അത് ചെയ്യാൻ പറ്റുക. അത് ചെറിയ വർക്കുകൾ അവർ ഏറ്റെടുക്കാറില്ല. ഇത് സർക്കാരിന്, ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട വർക്കായതുകൊണ്ടാണ് ഈ ചെറിയ വർക്ക് അവർ ഏറ്റെടുക്കാൻ തയ്യാറായത്. 1000 കോടിക്കും 500 കോടിക്കും 250 കോടിയുടെയും വർക്ക് ഏറ്റെടുക്കുന്ന വലിയ സ്ഥാപനമാണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്വകാര്യ കമ്പനികളുണ്ട് ഇത്തരം വർക്കുകൾ ഏറ്റെടുക്കുന്നത്. അവരുടെയൊക്കെ വിശ്വാസ്യത നമ്മൾ കണ്ടതാണ്. അവർ പണിഞ്ഞിട്ടിരിക്കുന്ന നാഷണൽ ഹൈവേ നമ്മൾ കണ്ടതാണ്. ഊരാളുങ്കലുകാർ പണിഞ്ഞ് പൂർത്തീകരിച്ചിട്ട് പോയ നാഷണൽ ഹൈവേ നമ്മൾ കണ്ടതാണ്. അതുപോലെ നിരവധി സ്ഥാപനങ്ങൾ, കേരളത്തിലെ സ്കൂളുകൾ, ആശുപത്രികൾ, വലിയ കെട്ടിടങ്ങൾ, വലിയ റോഡുകൾ, വലിയ ഫാക്ടറികൾ, ഇതെല്ലാം അവർ സ്ഥാപിക്കുകയാണ്.
അത്തരം വിശ്വാസ്യത നേടിയ ഒരു സ്ഥാപനത്തെ ഈ 3-4 കോടി രൂപയ്ക്ക് വേണ്ടി ആക്ഷേപിക്കുന്ന ഒരു ശൈലി കേരളത്തിൽ അപകടം ചെയ്യും. രണ്ടാമത്, സ്വകാര്യ ഏതെങ്കിലും സബ് കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആളുകളുടെ ബില്ല്, ആ ബില്ല് പരിശോധിക്കുന്നതിന് ഇപ്പോൾ ഓഡിറ്റർമാരുടെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പരിശോധിക്കാൻ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ യോഗം വിളിച്ചിട്ട് ഏതിനത്തൊക്കെയാണ് കുഴപ്പങ്ങൾ, ഇനി ബാക്കി കൊടുക്കാനുള്ള പൈസ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് നിലവിലുള്ള ദേവസ്വം ബോർഡ് എല്ലാം ഒരു തുടർച്ചയാണ്. ഭരണം എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയാണ്. ആ തുടർച്ചയുടെ ഭാഗമായി നിലവിലുള്ള ദേവസ്വം ബോർഡിനെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരത് ഭംഗിയായിട്ട് നിർവഹിക്കട്ടെ. 17-ാം തീയതി ആ കണക്ക് കൂടി പുറത്തു വരുമ്പോൾ നമുക്കത് വ്യക്തമാകും. അല്ലാതെ ഒരു സ്ഥാപനത്തെ അടച്ചാക്ഷേപിച്ച് ഇപ്പോൾ ശബരിമലയിലെ ഈ വിഷയം ഇതിനകത്ത് കൊണ്ട് തളയ്ക്കാൻ പറ്റില്ല. കാരണം 2014, 2017 സംഭവങ്ങൾ ശബരിമലയിൽ 2019 ശേഷം കൊണ്ടുപോയ സ്വർണത്തിന്റെ അല്ല, അതൊരു വേറെ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ചു അങ്ങനെ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. 2019 ശേഷം കൊണ്ടുപോയ അവിടെ നടന്ന സ്വർണത്തിന്റെ 10 ഇരട്ടി അതിന് മുമ്പ് അവിടെ നടന്നിരിക്കുകയാണ്. നടന്നിരിക്കുകയാണ്. അതിനെയൊക്കെ മറച്ചു പിടിക്കാൻ ദേവസ്വം ബോർഡിന്റെ അയ്യപ്പ സംഗമത്തെ നിങ്ങൾ ഉപയോഗിക്കണ്ട. ശരി, ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിട്ട് ആഗോള ഉഡായിപ്പ് സംഗമം നടത്തിയോ? അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഇനിയും ഒരുപാട് ശബരിമലയിൽ നടന്ന വലിയ കൊള്ള മറച്ചു വെക്കാൻ ഇതെടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അല്ല, മുഴുവൻ കൊള്ളയും ചർച്ചയും അപ്പോ അങ്ങും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചർച്ച ചെയ്യാൻ. ശ്രീ രാജു പി നായർ, നിരവധി കാര്യങ്ങൾ, ഒന്ന് ഇന്നലെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട് കൂടി കോട്ട് ചെയ്താണ്. ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പരിശോധിച്ചാൽ നിരവധി പ്രശ്നങ്ങൾ കാണാൻ കഴിയും. അതിൽ തന്നെ ഈ ടെൻഡർ ഇല്ലാതെ കരാർ നേടിയ IIIC എന്ന കമ്പനി നൽകിയിട്ടുള്ള ബില്ലുകളിൽ ചില പൊരുത്തക്കേടുകൾ, കൃത്യമായി പൊരുത്തക്കേട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സബ് കോൺട്രാക്ട് കിട്ടിയ കമ്പനികൾ അവരുടെ ഹെഡിൽ വച്ചതിനേക്കാൾ കൂടുതൽ തുക ബില്ലുകളിൽ എഴുതി ചേർത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചില ചിലവുകൾ, ഇപ്പോൾ ഫുഡ് സർവീസ് ചാർജ് ഇൻ VIP ഏരിയാസ്, ബജറ്റിലില്ലാത്ത ഒരു ഹെഡാണ്. ആ ഏരിയയിൽ പണം ചെലവഴിച്ചിട്ട് ഇങ്ങനെ ഒരുപാട്, എന്തിന് ടീപ്പോയിട്ട വകയിൽ വരെ ഓരോന്നോരോന്ന് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കണം? അഭിലാഷ്, അതിനു മുമ്പായിട്ട് ഞാൻ ഈ ശ്രീ PK ഗോപൻ്റെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള മാർക്കറ്റിംഗ് കണ്ടപ്പോൾ നരേന്ദ്രമോദി അദാനിക്ക് വേണ്ടി നടത്തുന്ന മാർക്കറ്റിങ്ങിന് സമാനമായിട്ടാണ് കണ്ടത്. ഈ ഊരാളുങ്കൽ സൊസൈറ്റി എത്രമാത്രം വലിയ വിശ്വസ്തമായ സ്ഥാപനമാണെന്നുള്ളതാണ്. ഇപ്പോൾ കാന മുതൽ കക്കൂസ് വരെ ഉണ്ടാക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ഇപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയാണ്, അമ്പലപ്പുഴ പത്തിൽത്തോട് 10 കോടി ബജറ്റിൽ നിർമ്മിക്കുന്ന പാലം തകർന്നത് 4 മാസത്തിനുള്ളിൽ. ചാലിയാറിന് കുറുകെ മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിക്കുന്ന 35 കോടി ബജറ്റ് നിർമ്മിക്കുന്ന പാലം 3 ബീമുകൾ തകർന്നു. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൂളിമാട് പാലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആരായിരുന്നു എന്നുള്ളത്, തകർന്നു വീണു. 20 കോടിയുടെ വാളാട് പെരിയ റോഡ് ഉദ്ഘാടനത്തിന് മുമ്പേ തകർന്നു. ഇരിട്ടി അയ്യക്കുന്ന് പ്രളയത്തെ അതിജീവിക്കുന്ന ഉറപ്പിൽ കിലോമീറ്ററിന് 5.24 കോടി രൂപ ചെലവഴിച്ച് 128 കോടിക്ക് റീബിൽഡ് കേരള റോഡ് ആദ്യമായി വേനൽമഴയിൽ തന്നെ തകർന്നു വീണു. പിന്നെ നമ്മുടെ വയനാട് ഇതുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ പുഴ നികത്തുന്നതിന് വേണ്ടി അതും കൊടുത്തത് ഒരാളുകളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാൻ ശ്രീ PK ഗോപനോടൊരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കാം. ഞാൻ അതിനുശേഷം അദ്ദേഹത്തിന് അതിന് മറുപടി പറയാനുള്ള സമയം കൊടുക്കാം. ആവശ്യമില്ലാത്ത ഇത് പറയരുത്, ടു ദ പോയിന്റ് മറുപടി തരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഈ അയ്യപ്പ സംഗമം നടത്തിയത് സംസ്ഥാന സർക്കാരാണോ ദേവസ്വം ബോർഡായിരുന്നോ? ഒരു സ്ട്രൈറ്റ് ആൻസർ ശ്രീ ഗോപൻ. അയ്യപ്പ സംഗമം നടത്തിയത് ദേവസ്വം ബോർഡാണ്. ശരി, കഴിഞ്ഞു. ഇനി ബാക്കി ശ്രീ രാജു പി നായർ. ശരി. അപ്പോൾ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിർമ്മാണത്തിൽ ടെൻഡർ വേണ്ട എന്നുള്ള ഒരു ഉത്തരവുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ വേണ്ട എന്നുള്ള ഉത്തരവും എങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പാലിക്കാനാവുക, അല്ലെങ്കിൽ പ്രാബല്യപ്പെടുത്താനാവുക? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ എടുക്കാതെ ഈ വർക്ക് കൊടുക്കാമെന്നുള്ള തീരുമാനമുണ്ടോ? കള്ളത്തരമല്ലേ അങ്ങ് ഇവിടെ നിന്ന് പറയുന്നത്? പച്ചക്കള്ളം അല്ലേ? ഇനി അതിനുശേഷം ഊരാളുങ്കൽ സൊസൈറ്റിന് കിട്ടിയത് ഈ IIIC എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് സബ് കോൺട്രാക്ട് കൊടുക്കാൻ പറ്റുമോ? എന്തിനാ ഊരാളുങ്കൽ സൊസൈറ്റി പോലെ സിഡ്കോ പോലെ ഉള്ള ചില സഹകരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഈ ബിഡിങ് വേണ്ട എന്ന് പറഞ്ഞത്? ബിഡിങ് വേണ്ട എന്നുള്ളതല്ല കേട്ടോ, ബിഡിങ് നടക്കുന്നതിൽ 10% ഈ സൊസൈറ്റികൾക്ക് ലിവറേജ് കൊടുക്കാമെന്ന് മാത്രമാണ് തീരുമാനം. മുഴുവനായിട്ട് ബിഡിങ് ഒഴിവാക്കാനല്ല, മറ്റുള്ളവരുടെയും ബിഡിങ് നടത്തുമ്പോൾ ഇവർക്ക് 10% ഇവർക്ക് വേണമെങ്കിൽ ഇളവ് കൊടുക്കാം എന്നുള്ളത് മാത്രം. എന്തിനായിരുന്നു? ആ സൊസൈറ്റികൾ അവരുടെ തൊഴിലാളികളുടെ പങ്കാളിത്തത്തോട് വരുന്ന സൊസൈറ്റികൾക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നതിന് വേണ്ടിയാണ്.
അതെങ്ങനെയാ ഊരാളുങ്കൽ സൊസൈറ്റി മറ്റൊരാൾക്ക് സബ് കോൺട്രാക്ട് കൊടുക്കുന്നത്? അപ്പോൾ അദാനി ഹൈവേയുടെ വർക്ക് എടുത്തിട്ട് പകുതി വിലയ്ക്ക് മറ്റുള്ളവർക്ക് സബ് കോൺട്രാക്ട് കൊടുത്ത അതേ പരിപാടിയല്ലേ ചെയ്തത്? അപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി പിണറായി വിജയനും കുടുംബത്തിനും കാശുണ്ടാക്കാനുള്ള ഏജൻസിയാണ്, കാശുണ്ടാക്കാനുള്ള ഏജൻസി. ബഹുമാനപ്പെട്ട ശിവശങ്കർ എനിക്ക് ശേഷം സംസാരിക്കും. അദ്ദേഹം പറയണം, ഈ മാസപ്പടി സംഭവം ഉണ്ടായപ്പോൾ എറണാകുളത്ത് വെച്ച് പത്രലേഖകരെ കണ്ടപ്പോൾ പ്രകാശ് ജാവ്ദേക്കറിൻ്റെ ഒരു മെസ്സേജ് ശ്രീ കെ സുരേന്ദ്രൻ്റെ ഫോണിൽ വന്ന് കെ സുരേന്ദ്രൻ്റെ അത് പത്രക്കാരെ കാണിച്ചു കൊടുത്തു. അതിനകത്ത് മാസപ്പടി കൊടുത്തിരുന്ന കമ്പനികളിൽ കരിമണൽ കർത്ത മാത്രമല്ല, സാന്റാമോണിക്കയുടെ പേരുണ്ടായിരുന്നു, ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പേരുണ്ടായിരുന്നു. അത് അങ്ങൊന്ന് കൺഫേം ചെയ്യണം. പക്ഷേ എന്തായാലും അവരതിന് ശേഷം ആ വിഷയം ഉയർത്തിയിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രകാശ് ജാവ്ദേക്കർ കൊടുത്ത ലിസ്റ്റിലുണ്ടായിരുന്ന കമ്പനി കൂടിയാണ്. അപ്പോൾ മാസപ്പടി കൊടുക്കുന്ന കമ്പനിയാണെന്ന് സംശയമുള്ളതാണ് ഊരാളുങ്കൽ. ഇനി അഭിലാഷ് ഞാൻ ചോദിക്കട്ടെ, 625 പേരാണ് ആ ശബരിമല അയ്യപ്പ സംഗമത്തിന് വന്നത്. 8 കോടി രൂപ ചെലവാക്കി. ഒന്ന് 8 കോടിനെ 625 കൊണ്ട് ഹരിച്ചേ. ഒരു പ്രതിനിധിക്ക് വന്നയാൾക്ക് 1,28,000 രൂപയാണ് ചെലവാക്കിയത്. ഒരു പ്രതിനിധിക്ക് 1,28,000 രൂപ. അതിനകത്ത് വന്നിരുന്നത് പാവപ്പെട്ട അവിടുത്തെ തീർത്ഥാടകർ ഉൾപ്പെടെയാണ് വന്നിരുന്നത് നമുക്കറിയാം. എന്തു വലിയ കൊള്ളയാണ് നടത്തിയത്, എത്ര വലിയ കൊള്ളയാണ് നടത്തിയത്. ഞാൻ ഈ നിമിത്തത്തിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ അയ്യപ്പ സംഗമം തുടങ്ങിയതാണ് പിണറായി വിജയന്റെ അവസ്ഥ. ഈ ശബരിമല ക്ഷേത്രക്കൊള്ളയുടെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ശബരിമല അയ്യപ്പന്റെ ഏറ്റവും ശ്രീകോവിലിന് മുമ്പുള്ള ഈ ദ്വാരപാലക ശില്പം ഉൾപ്പെടെ കട്ടെടുത്തു കൊണ്ടുപോയി വിറ്റു എന്ന് മാത്രമല്ല പിണറായി വിജയൻ ചെയ്തത്, ശബരിമലയെ മുഴുവനാക്കി, ശബരിമലയെ മുഴുവൻ വിൽപ്പന ചരക്കാക്കി മാറ്റി. എന്തായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്? ദേവസ്വം ബോർഡിന്റെ 1 രൂപ എടുക്കില്ലെന്നല്ലേ ഹൈക്കോടതി പറഞ്ഞത്? ദേവസ്വം ബോർഡ് 1 രൂപ എടുക്കില്ലെന്നല്ലേ പറഞ്ഞത്? സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും എന്നല്ലേ പറഞ്ഞത്? എവിടെ സ്പോൺസർഷിപ്പ്? അങ്ങ് തന്നെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ആരൊക്കെയായിരുന്നു സ്പോൺസർഷിപ്പ് എന്ന്. അപ്പോൾ ശബരിമലയുടെ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ആരെങ്കിലും സ്പോൺസർഷിപ്പിന് സമീപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പണം കൊടുക്കും, സമീപിച്ചിട്ടുണ്ടെങ്കിൽ പണം കൊടുക്കും. അതുപോലും ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഉദ്ദേശം ഇതിനകത്ത് കൊള്ള നടത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. ആ കൊള്ളയാണ് നടന്നത് മുഴുവൻ, മനസ്സിലായില്ലേ? പിന്നെ ഇതേപോലെയാണ് പണ്ട് കിഫ്ബിക്ക് ഇവര് ചിട്ടി പിരിച്ച് കാശുണ്ടാക്കാൻ പോയതാ. കിഫ്ബിക്ക് ചിട്ടി പിരിച്ച് കാശുണ്ടാക്കാൻ പോയി, നമ്മുടെ പണമെടുത്ത് വിദേശത്ത് പോയി ദൂർത്തു അടിച്ചു. 1 രൂപ ചിട്ടി പിരിച്ചുണ്ടാക്കിയോ കിഫ്ബിക്ക്? 1 രൂപ. എന്നിട്ട് എന്ത് ചെയ്തു? അത് മുഴുവൻ സംസ്ഥാന സർക്കാരിലെ ഈ ടാക്സും സെസ്സും മറ്റുമായിട്ടെടുത്ത് ആ കിഫ്ബിയുടെ പണം കണ്ടെത്തേണ്ടി വന്നു. ഇതാണ് ഇവരുടെ പണി, കള്ളത്തരത്തിന് വേണ്ടി ഓരോ പണി ഉണ്ടാക്കുക, എന്നിട്ട് അതിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിച്ച് കൊള്ള നടത്തുക. ഇതാണ് ഇവരുടെ പണി. ശരി, ഓക്കെ. ശ്രീ PR ശിവശങ്കർ, നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ IIIC എന്ന കമ്പനി സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് എന്ന കമ്പനിയുണ്ട്. അവരുടെ കണക്കനുസരിച്ച് ആസ് പെർ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹെഡ് വൈസ് എക്സ്പെൻഡിച്ചർ അതനുസരിച്ച് അവർ സബ് കോൺട്രാക്ട് എടുത്ത വിവിധ ഹെഡുകളിലുള്ള വർക്കുകളിൽ അവരുടെ ബില്ലനുസരിച്ച് അവർ ബില്ല് ചെയ്തിരിക്കുന്നത് 9,55,939 ആണ്. അവർ സബ് കോൺട്രാക്ട് കിട്ടിയ കമ്പനിയാണ്. അവർ സമർപ്പിച്ച കണക്കനുസരിച്ച് 9,55,939 ആണെങ്കിൽ മെയിൻ കമ്പനിയുടെ, അതായത് കോൺട്രാക്ട് കിട്ടിയ IIIC-യുടെ കണക്കിൽ അത് 15,51,696 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഈ ഇത്രയും ഹെഡുകളിൽ മാത്രം, പാർട്ട് ബി പാർട്ട് ഡിയിൽപ്പെട്ട ഇത്രയും ഹെഡുകളിൽ മാത്രം അധികമായി ക്ലെയിം ചെയ്തിരിക്കുന്നത് 5,95,757 രൂപയാണ്. ഒരു സാമ്പിൾ എടുത്താണ്. ഇങ്ങനെ എത്ര കാര്യങ്ങൾ. എന്തിനായിരുന്നു അയ്യപ്പ സംഗമം നടത്തിയത് എന്ന ചോദ്യം വീണ്ടും പ്രസക്തമാവുകയാണ്. ഒരു സംശയവുമില്ല ശ്രീ അഭിലാഷ്, ഇതിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് ചില സംശയങ്ങളോ ക്ലാരിഫിക്കേഷനോ ഉള്ളത്, ഇത് ശരിക്കും ടെൻഡർ കൊടുത്തിട്ടുള്ളത് ഈ IIIC, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി, സംതിങ് ലൈക്ക് ദാറ്റ്. അവരുടെ സബ് കോൺട്രാക്റ്റോ അല്ല അവരുടെ പാർട്ടിസിപ്പൻറ്റ് സബ് കോൺട്രാക്ട് കമ്പനിയാണ് ULCC. റൈറ്റ് അല്ലേ? അങ്ങനെയല്ലേ അഭിലാഷ്? അവർ സബ് കോൺട്രാക്ട് വീണ്ടുമാണ് ഈ കേരള ആർട്സ് വില്ലേജിന് കൊടുത്തിട്ടുള്ളത്. കേരള ആർട്സ് വില്ലേജും ULCCയുടെ ഒരു സബ്സിഡറിയാണ്, അവരുടെ സ്ഥാപനമാണ്, അല്ലെങ്കിൽ അവർ കൺട്രോൾ ചെയ്യുന്ന സ്ഥാപനമാണെന്നാണ് ഞാനിപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു കറക്ക് കമ്പനിയായിരുന്നു. ഒന്ന്, ഇത് KACSC അങ്ങനത്തെ ഒരു കമ്പനിയുടെ കൂടെ ചേർന്നിട്ടാണ് KACCയും KASCയും ഒരാളും കൂടെ ചേർന്നിട്ടാണ് ഈ IIC ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇത് ഓരോ ഘട്ടങ്ങളിലും പണം അടിച്ചു മാറ്റുവാനുള്ള വളരെ ശാസ്ത്രീയമായ ഈ കരുവന്നൂർ മോഡൽ തട്ടിപ്പിനെ പോലെ വളരെ ശാസ്ത്രീയമായി ഇത് നടപ്പിലാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഒരു കാരണം, ഞാൻ ധാരാളമുണ്ട്, ഞാൻ എന്നാലും ഒരു കാര്യം കൂടി ജനങ്ങളുടെ ഒരു അറിവിലേക്കായി പറയാം. ഈ പറയുന്ന 19 എണ്ണത്തിൽ ഹെഡിൽ 15ലും ഈ ക്രമക്കേട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഓഡിറ്റർ എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ജോയിൻറ്റ് മെഷർമെൻറ്റ് ഷീറ്റിലും അതേപോലെ തന്നെ BOQലും പറഞ്ഞിട്ടുള്ള 150 ബെഡിൽ 100 ഉള്ളൂ. ബെഡ് വരെ അടിച്ചു മാറ്റി, 50 ഇല്ല എന്ന് അതിനകത്ത് കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നിട്ട് അതിൻ്റെ കണക്കും എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് 24 ലക്ഷം എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ഒരു കണക്കും ഇല്ല എന്നും കൃത്യമായി ഇത്ര ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ പണവും എങ്ങനെ അടിച്ചു മാറ്റാം, അത് സബ് കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോൾ സബ് കോൺട്രാക്ടർ കൊടുക്കുന്ന ഇതിൻ്റെ ബില്ല്, പിന്നെ GSTയുടെ കണക്ക്. GSTയുടെ കണക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1,07,54,000 ഒരു 54,140 രൂപ ഇതാണ് GST അടയ്ക്കേണ്ടത്. പക്ഷേ അടച്ചേക്കണതും കണക്ക് വന്നേക്കണതും വെറും 45,000 രൂപ. ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തുമ്പോൾ ഒരു മാന്യത വേണ്ടേ? ബെഡ് തൊട്ട് GST വരെ സകലതും പറ്റിച്ചിരിക്കുന്നു ഇതിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, രാജു ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഇത് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തിയതാണ്. കാരണം ഇതിൻ്റെ ആദ്യത്തെ ഓർഡർ 12/8/2022 സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് എന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ ബോർഡിൻ്റെ മറ്റേ 2 ആനയ്ക്കുള്ള ആ ഒരു ലെറ്റർ ഹെഡിലാണ് ആദ്യത്തെ ലെറ്റർ ഇറക്കിയത്. അപ്പോൾ ഇത് സംസ്ഥാന സർക്കാർ നടത്തിയിട്ട് ഈ പണം ചെലവാക്കാൻ ബോർഡിനെ കൊണ്ട് ഏൽപ്പിക്കുന്നു. ബോർഡ് ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പിന് മുഴുവൻ കൂട്ടുനിൽക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്പോൺസർ ഉണ്ടെങ്കിൽ ഇന്ന സ്പോൺസേഴ്സ് പൈസ തന്നിട്ടില്ല ഇത് പറഞ്ഞാൽ പോരെ? ഇപ്പം അദാനിന്നോ അംബാനിന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ യൂസഫ് അലിന്നോ ആരെങ്കിലും സ്ഥിരം സ്പോൺസേഴ്സ് ഒരു കേരള സംസ്ഥാന സർക്കാരിന് പണം നൽകാമെന്ന് അയ്യപ്പ സംഗമത്തിന് വേണ്ടി പറഞ്ഞിരുന്നു, അവർ പണം നൽകില്ല, അത് പറഞ്ഞാൽ മതിയല്ലോ. ഇതെല്ലാം വ്യക്തമായി കാണിക്കുന്നത് ഈ അയ്യപ്പ സംഗമം തട്ടിപ്പിന് വേണ്ടി നടത്തിയിട്ടുള്ളതാണ്. ഇതിവരുടെ ആദ്യത്തെ കാര്യമല്ല. നമുക്കറിയാം വയനാട് ഈ മരിച്ച ആളുകളുടെ ബോഡി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് 2.76 കോടി രൂപ എന്ന് കണക്കെഴുതിയ ഒരു സ്ഥാപനവും സർക്കാരുമാണ് കേട്ടോ. മരിച്ച ആളുകളുടെ ബോഡി കുഴിച്ചിടാൻ 2,76,00,000 എന്ന് ജനങ്ങളെ കുഴിച്ചിട്ടത്. അവിടെ സേവാഭാരതിയും അതുപോലെ തന്നെ ഒരുപക്ഷെ DYFIയും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ചേർന്നാ ചെയ്തത്. ഒരൊറ്റ പൈസ സർക്കാർ പലപ്പോഴും കൊടുത്തിട്ടില്ല. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് 2 കോടി എഴുതിയിട്ട് സർക്കാരാണ്. അപ്പോൾ ഡെഡ് ബോഡി വരെ വിൽക്കുന്ന സർക്കാർ, അയ്യപ്പനെ വിൽക്കുന്ന സർക്കാർ. എന്നിട്ട് എന്തെന്നാണ് അയ്യപ്പ സംഗമത്തിന് 2 കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അയ്യപ്പ സംഗമം നടത്തിയതിന് അയ്യപ്പന് ഖ്യാതി ഉണ്ടാക്കാൻ ഇവർ ഈ അയ്യപ്പ സംഗമം ഈ വെള്ളാപ്പള്ളി പിണറായി വിജയൻ നടത്തിയിട്ട് വേണോ? എന്നിട്ട് അയ്യപ്പന് അവിടെ വരുന്നവർക്ക് സന്നിധാനത്തിൽ ദർശനത്തിനുള്ള ഒരു സംവിധാനം കൂടി ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഉദ്ഘാടനത്തിന് ആരെ വിളിച്ചത്? അതിൻ്റെ മുമ്പ് അയ്യപ്പൻ്റെ മുമ്പിൽ ശബരിമല ക്ഷേത്രത്തിന് മുമ്പിൽ തത്വമസി എന്ന് എഴുതിയേക്കുന്നത്. ആ തത്വമസി എഴുതിയ അതിനെ വരെ അല്ലെങ്കിൽ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു ബേസിക് ദർശനത്തിനെ വരെ വൈറസ് എന്ന് വിളിച്ച ഒരു സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ, DMKയുടെ നേതാവിനെ വിളിച്ചിട്ടാണ് അയ്യപ്പനെ ഖ്യാതി ഉണ്ടാക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ കാര്യത്തിലും ഇവർ അയ്യപ്പനെതിരായും ശബരിമലയ്ക്കെതിരായും അവിടുത്തെ തത്വത്തിനെതിരായും വിശ്വാസികൾക്കെതിരായിട്ടുമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഫലമാണ് ഇവർ അനുഭവിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ എന്നോട് രാജു ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതായത് മാസപ്പടിയുടെ കാര്യത്തിൽ. രാജു അത് ചെറുതാക്കണം എന്തിനാ? നിങ്ങളുടെ സഖ്യകക്ഷിയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാമല്ലോ ULCCയിൽ മാസപ്പടിയല്ല, അത് ടോട്ടൽ CEO തന്നെ ആരാണെന്ന് നമുക്ക് 2 പേർക്കും അറിയാം. അത് കാരണം മാസപ്പടിയുടെ കണക്കല്ല, 2 പേരുടെയും പല കണക്കുകളും അവരുടെ അക്കൗണ്ട് സൈൻ ചെയ്യുന്നത് രഹസ്യമായിട്ട് ക്ലിഫ് ഹൗസിലാണെന്ന് തന്നെയാണ് പലരുടെയും സംശയം. അതുകൊണ്ട് മാസപ്പടിയുടെ മാത്രമല്ല മുഴുവൻ അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് പി കെ ഗോപൻ, നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. അതിനു മുമ്പ് ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ IIIC കൊടുത്ത ഇൻവോയ്സ് അനുസരിച്ച് 15 വുഡൻ ടേബിൾ വിത്ത് ഗ്ലാസ് ടോപ്പ് ആയിരുന്നു അവരുടെ ഇൻവോയ്സ് അനുസരിച്ച്. നോക്കൂ, ഈ ജോയിന്റ് മെഷർമെന്റ് ഷീറ്റിൽ സംയുക്ത പരിശോധന നടത്തിയപ്പോൾ അത് 4 ഉള്ളൂ. 4+15 അഡീഷണൽ എക്സ്ട്രാ പ്രൊവൈഡഡ് എന്നാണ്. അപ്പോൾ 19 വരും. ഈവൻ അവിടെ മേശ ഇട്ടതിന്റെ കണക്കെങ്കിലും ശരിയാവണ്ടേ? സത്യം ശ്രീ അഭിലാഷേ, ഞാൻ 2017 സ്വർണ്ണക്കൊള്ള എടുത്തിടാൻ പരിശ്രമിച്ചപ്പോൾ അങ്ങ് അതിനെ തടസ്സപ്പെടുത്തി. ശ്രീ രാജു P. നായർ പറഞ്ഞ വിഷയം ഇത് മാത്രം ബന്ധപ്പെടുത്തിയിട്ടാണോ? അങ്ങെന്താ ഇടപെടാൻ? അപ്പം നിങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചാനലിന്റെ ഫ്ലോർ ഉപയോഗിച്ച് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ആത്മാർത്ഥതയായി ഇക്കാര്യത്തിലുള്ളത്. അതിന് മറുപടി പറഞ്ഞു. ഊരാളുങ്കൽ അല്ല പറയട്ടെ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായിട്ട് ഒരു ചർച്ച വന്നാൽ
എനിക്ക് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ പുറത്ത് നിന്നുകൊണ്ടുള്ള നോക്കിക്കാണലിൻ്റെ മാത്രം അനുഭവമുള്ള ഒരാളാണ്. അവർ ചെയ്ത ഒരു വർക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ അദാനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇടപെടേണ്ടതല്ലേ? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് അതൊരു സൊസൈറ്റി അല്ലേ? അത് ഷെയറുകൾ, പലർക്കും ഷെയറുകളുള്ള ഒരു സൊസൈറ്റി അല്ലേ? അത് സർക്കാരിന്റെ നിബന്ധനകൾക്കനുസരിച്ച് ഊരാളുങ്കലിന് ഇത് ടെൻഡർ ഇല്ലാതെ കൊടുത്തത് അദാനിയുടെ കമ്പനി പോലെ സ്വകാര്യ അല്ല. ഞാൻ പറയാൻ സമ്മതിക്കൂ, നിങ്ങൾ ഞാൻ പറയാൻ ദയവായിട്ട് സമ്മതിക്കൂ. ഈ ചർച്ചകൾ രണ്ടുപേരും നടത്തിയപ്പോഴും അങ്ങേക്ക് ഇടപെടേണ്ട പ്രശ്നമില്ല. ദേവസ്വം ബോർഡ് ഞാൻ പറയാൻ സമ്മതിക്കുന്നെങ്കിൽ അനുവദിക്കില്ലെങ്കിൽ നിർത്താം. ഏത് ഉത്തരവ് പ്രകാരമാണ്? ശരി, ഓക്കെ. അല്ല, ഇനി ശ്രീ ഗോപന്റെ അവസരം. അവിടെ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്ക് കൂടി താങ്കൾക്ക് മറുപടി പറഞ്ഞു പോവാം. ശ്രീ ഗോപൻ, ദേവസ്വം ബോർഡിന് അങ്ങനെ ഇത്തരത്തിൽ ടെൻഡർ ഇല്ലാതെ കൊടുക്കാൻ അവകാശമുണ്ടോ? എനിക്ക് ഉന്നയിച്ച പ്രശ്നം പറയണം. ഞാൻ ഇവരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇടപെടാറില്ല. ഞാൻ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തെക്കാൾ ചെറിയ ഉത്തരവാണ് ഞാൻ പറഞ്ഞു. ഞാൻ അതിനകത്ത് ഇടപെടാൻ പോയില്ല. ഞാനത് വിശദീകരണം കൊടുക്കാനും പോയില്ല. ഒരു ചോദ്യം ചോദിച്ചു, അതിന് കൃത്യമായൊരു ഉത്തരം ഞാൻ പറഞ്ഞു. അതായത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇവിടെ കോൺഗ്രസ് പ്രതിനിധി അദാനിയുമായിട്ട് ബന്ധപ്പെടുത്തരുത്. അദാനിയായിട്ടുള്ള ബന്ധമൊക്കെ നിങ്ങൾക്കാണ്. വിഴിഞ്ഞം തുറമുഖം അദാനിക്ക് കൊടുത്തത് ഉമ്മൻചാണ്ടി സാറാണ്. ആ കരാറിൽ നിന്ന് ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങളത് തുടർന്നത്. ഇപ്പം നിങ്ങളുടെ സഖ്യകക്ഷികളാണ് അദാനി അംബാനിയൊക്കെ. കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി അംബാനി, BJPയുടെ സഖ്യകക്ഷി അദാനി. അതിനെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ അദ്ദേഹം പറഞ്ഞു പച്ച കള്ള വിടുന്നുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ്. അതെന്താണ് പറഞ്ഞത്? ദേവസ്വം ബോർഡിൻ്റെ ടെൻഡറിൻ്റെ കാര്യത്തെ സംബന്ധിച്ചാണ്. ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ മാസപ്പടി ഇവിടെ പറയുന്നു. ഒരു മാസപ്പടിയായിട്ട് മാത്യു കുഴനാടൻ കോടതി പോയല്ലോ, എടുത്ത് ദൂരെ കളഞ്ഞില്ലേ അവർ? സ്വന്തം പാർട്ടിയുടെ അനുഭവം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. മാസപ്പടി പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ഇത്. ഈ 10 വർഷത്തിനിടയിൽ ഒരു മന്ത്രിക്കെതിരായിട്ട് അസംബ്ലി ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചോ? എന്തുകൊണ്ടാണ് പറ്റാത്തേ? വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൊടുക്കുന്നെങ്കിൽ അത് CSR ഫണ്ടാണ് കൊടുക്കുന്നത്. അവർക്ക് ഇത്ര ശതമാനം തുക മറ്റു പൊതുകാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റും. അല്ലാതെ മാസപ്പടി കൊടുക്കാൻ സൊസൈറ്റിക്ക് അനുവാദമില്ല. അതിന് ഓഡിറ്റുള്ളതാ. ശരി, അഭിലാഷെങ്കിലും ഇടപെട്ട് ചോദിക്കേണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു സൊസൈറ്റി മാസപ്പടി കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാചകങ്ങൾ ഇരുന്നുകൊണ്ട് പറയരുത് നമ്മുടെ ഫ്ലോറിനകത്തിരുന്നുകൊണ്ട്. ഇനി ആഗോള അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പറഞ്ഞത് 685 പേര് പങ്കെടുത്തു എന്നാ. ശ്രീ അയ്യപ്പദാസെ, നിങ്ങൾക്ക് ചോദിച്ചുകൂടെ ഇത് വിവരാവകാശം അനുസരിച്ച് കൊടുത്താട്ടെ? വിവരാവകാശം അനുസരിച്ച് ചോദിച്ചാട്ടെ. 4126 പേരാ. അവരവിടെ വന്നവരവിടെ സൈൻ ചെയ്തിട്ടുണ്ട്. അതിന് തെളിവുകളുണ്ട്, അവിടെ മിനിറ്റ്സ് ഉണ്ട്. പ്രത്യേക കൗണ്ടർ ഉണ്ടായിരുന്നു രജിസ്ട്രേഷന് ഓരോ സ്റ്റേറ്റിൽ നിന്ന് വന്നത്. ഇവരുടെ ഈ 685 കണക്കെന്തുവാ? 4126 പേർ പങ്കെടുത്തു എന്നുള്ളത് ശ്രീ രാജുവിന് അവിടെ വിവരാവകാശം അനുസരിച്ച് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ടാണ് ഈ കൊള്ള മൊത്തം പുറത്തു വന്നത്. അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ ദ്വാരപാലക ശില്പത്തിന്റെ കഥ എടുത്തിട്ടത്. അവസാനം അയാളുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തത്. ഇപ്പോ ഈ കഥകൾ 2019 25 പുറത്തു വന്നപ്പോ ഞെട്ടിക്കുന്ന അതിന്റെ 10 ഇരട്ടി കണക്കുമായിട്ടാണ് 2017 കൊടിമര മാറ്റവും വാജിവാഹനവും സ്വർണത്തിന്റെ ആലുവകളുടെ ഒക്കെ കണക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും കൂടി ഞാൻ ചില ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ എവിടെങ്കിലും ഒരു മരണം നടന്നാൽ അവിടെ ഒരു സമിതി ഉണ്ടാക്കും, പൗരസമിതി, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ. ചിലപ്പോൾ അന്വേഷിക്കാൻ ചുമതലപ്പെട്ട ആ പൗരസമിതിയുടെ നേതാവ് തന്നെ ആയിരിക്കും കൊലപാതകം നടത്തിയത്. അതുപോലെയാണ് നമ്മുടെ അജയ് തറയിൽ അവിടെ നടന്ന ഭീകരമായ കൊള്ളയുടെ പ്രതിയായിട്ട് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പ്രതിയായിട്ട് അദ്ദേഹം വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വരും. അപ്പൊ ഞങ്ങൾ ആ ചർച്ചയിലൂടെ പറയട്ടെ. ഈ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടതെങ്കിൽ ആ വിഷയവും ചർച്ച ചെയ്യാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിജിലൻസിന്റെ തന്നെ ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ, ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ നമ്മുടെ കയ്യിൽ റിപ്പോർട്ടുണ്ടല്ലോ. ചോദിച്ച ചോദ്യത്തിലൂടെ ശരി രാജു, പിന്നെ നമ്മൾ ഈ വിഷയത്തിൽ ഫോക്കസ് ചെയ്തായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ഇവിടെ നോക്കൂ, ഈ IISC-ക്കടക്കം ഈ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പേരിൽ 4,35,13,259 കോടി രൂപ കൊടുത്തു തീർക്കാറുണ്ട്. ആ ബില്ലൊന്നും സെറ്റിൽ ചെയ്തിട്ടില്ല, കൊടുക്കാൻ അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ കൂടുതൽ പണം എങ്ങനെ സമാഹരിക്കും? 1 രൂപ ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി സ്പോൺസർമാരെ കണ്ടെത്തേണ്ടി വരുമോ? അഭിലാഷ, ഞാൻ ഈ വിഷയത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ശ്രീ PK ഗോപൻ മറുപടി പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന് മറുപടിയില്ല. അത് ഈ കോൺട്രാക്ട് ടെൻഡർ ഇല്ലാതെ കൊടുത്തു എന്ന് പറയുന്നത് കള്ളമാണ്. കാരണം എന്താണെന്നറിയോ? അത് സർക്കാരിൻ്റെ ഉത്തരവാണ്. സർക്കാരിൻ്റെ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് കോടതിയിൽ ഉൾപ്പെടെ പോയിട്ടുള്ളതാണ്. സിഡ്കോ, കാഡ്കോ, ULCC പോലെയുള്ള സഹകരണ സൊസൈറ്റികൾക്ക് ടെൻഡറിൽ പങ്കെടുക്കുമ്പോൾ 10% അവർക്ക് അധികമായിട്ടൊരു ലിവറേജ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ.
ഇനി സർക്കാരിന്റെ ഉത്തരവ് Limited tender എങ്ങനെയാണ് വിളിക്കാം, ദേവസ്വം ബോർഡിന് പാലിക്കാൻ കഴിയുക? ഒരു സെക്കൻഡ്, ലിമിറ്റഡ് ടെൻഡർ വിളിക്കാം. അതിന് ലിമിറ്റഡ് ടെൻഡറാണ് വിളിക്കുന്നത്. എന്തായിരുന്നു ആരാണ്? ലിമിറ്റഡ് ആർക്ക് ടെൻഡർ വിളിക്കാം? അന്നേരം വിളിക്കുന്നത്. അങ്ങനെ ആർക്ക് വിളിക്കാം? സർക്കാരിന്റെ ഏജൻസികൾ മാത്രം പങ്കെടുക്കും. അല്ല, ആർക്ക് വിളിക്കാം? ആർക്ക് വിളിക്കാം? ലിമിറ്റഡ് ടെൻഡർ ആണ്. ആർക്ക് വിളിക്കാം? ഇത്തരം ഏജൻസികളൊക്കെ അല്ല, കൊടുക്കുമ്പോൾ അവിടുത്തെ ചെയ്യുന്നത് തർക്കം limited ഗോപൻ, tender ആണ്. ഏത് ഏജൻസിക്ക് വിളിക്കാം? ദേവസ്വം ബോർഡിന് ഇത് പറ്റുമോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. വിളിക്കാം. സർക്കാരുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് സർക്കാരിന്റെ ഏജൻസി അല്ല. ദേവസ്വം ബോർഡ് സർക്കാർ ഏജൻസി അല്ല. ദേവസ്വം ബോർഡ് സ്വയംഭരണ സ്ഥാപനമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഈ പറയുന്ന നിയമം, അത് ഉത്തരവ്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ ഉത്തരവ് കൂടിയുണ്ട്. അത് ദേവസ്വം ബോർഡിന് ആപ്ലിക്കബിൾ അല്ല. ദേവസ്വം ബോർഡ് സർക്കാരിന്റെ ഘടകമാണോ? സ്വയംഭരണ സ്ഥാപനമല്ലേ? അതെങ്ങനെ ദേവസ്വം ബോർഡിന് ഉപയോഗിക്കാൻ കഴിയും? ദേവസ്വം ബോർഡിന് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ അത് പറയട്ടെ. ദേവസ്വം ബോർഡ് പറയട്ടെ ആപ്ലിക്കബിൾ അല്ലെങ്കിൽ നമുക്ക് നോക്കാം. അല്ലെ, നിങ്ങൾ ആ ഉത്തരവെടുത്ത് കാണിക്ക്. ആ ഉത്തരവെടുത്ത് കാണിക്ക്. സർക്കാരിന്റെ ഉത്തരവ് കോടതിയിൽ പോയിട്ടുള്ള ഉത്തരവാണ്. സർക്കാരിന്റെ ഉത്തരവിൽ ദേവസ്വം ബോർഡിന് നടപ്പാക്കാം എന്നുള്ളതിനൊന്ന് കാണിക്ക്. നിങ്ങൾ കള്ളം പറയുകയാണ്. നോക്കൂ, അതുകൊണ്ട് ഞാൻ ULCCയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ ശ്രീ PK ഗോപനോട് പറഞ്ഞുകൊണ്ട് വ്യക്തതയെ മറുപടിയില്ല. തട്ടിപ്പാണ് നടത്തിയേക്കുന്നത് വളരെ വ്യക്തമായിട്ട് മാറി. പിന്നെ 2017 കൊടിവരക്കൊള്ളയെ കുറിച്ചാണ്. മറുപടി ഇല്ല എന്ന് പറയാൻ കൊടിവരക്കൊള്ളയ്ക്ക് 3 ദിവസം മുമ്പ് വരെ PK ഗോപൻ, ശ്രീ രാജു P നായരുടെ അവസരമല്ലേ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. മറുപടി ശരി, അങ്ങയുടെ അവസരത്തിൽ ഞാൻ ഇടപെടുന്നില്ല. അങ്ങ് ഇടപെട്ടിരുന്നല്ലോ. ഞാനതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇപ്പോൾ ചെറിയൊരു സംവാദം നടന്നത്. അങ്ങ് ഇടപെട്ടില്ല എന്ന് പറയണ്ട. അങ്ങ് ഇടപെട്ടു. ഞാൻ മാന്യമായിട്ട് അങ്ങ് പറഞ്ഞതിനെ കേട്ടു. അതിന് ഞാൻ അങ്ങയോട് ആർഗ്യൂ ചെയ്തു. അത് വിടട്ടെ. 2017 കൊടിവരക്കൊള്ള എന്ന് പറയുന്ന സംഭവം, അതിനെ സംബന്ധിച്ച് 3 ദിവസം മുമ്പ് വരെ PK ഗോപൻ ഇത് പറയാമായിരുന്നു. പക്ഷെ PK ഗോപന്റെ നേതാവും ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സർക്കാരിൻ്റെ കീഴിലുള്ള വിജിലൻസ് വകുപ്പ് കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ASP കുറുപ്പിൻ്റെ കയ്യിലാണ് സ്വർണം കൊടുത്തത്. ASP കുറുപ്പ് അത് ചെയ്തതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിനെതിരെ ഒരു വാക്ക് പോലും നിങ്ങളുടെ SIT കോടതി പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും. എന്നു മാത്രമല്ല, അത് ഫലപ്രദമായി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉത്തരവുകൾ ദേവസ്വം ബോർഡ് ഇറക്കിയിരുന്നു എന്നുകൂടി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അഭിലാഷ് എന്നെ തിരുത്താം. ഇത്രയും വിവരം കേരളത്തിൻ്റെ ഹൈക്കോടതി പറഞ്ഞതിന് ശേഷം അന്നത്തെ ദേവസ്വം ബോർഡാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? കാരണം നിങ്ങൾ കാണിച്ച തട്ടിപ്പല്ല കാണിച്ചത്. നിങ്ങൾ ഹൈക്കോടതി പറഞ്ഞല്ലോ, ജൂലൈ 2024 ഉൾപ്പെടെ 19 ക്രമക്കേട് മറച്ചു വെക്കുന്നതിന് വേണ്ടി അനാവശ്യ തിടുക്കമുണ്ടാക്കി ഈ പറയുന്ന ക്ഷേത്രപ്പാളികളും ദ്വാരപാല ശില്പവും ഉൾപ്പെടെ വീണ്ടും കടത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തി. എന്ന് മാത്രമല്ല 2025 ശ്രമം നടത്തി. 2019 ഉത്തരവ് നമ്മൾ ഒട്ടേറെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചില്ല. ഹൈക്കോടതി നിരീക്ഷണം നടത്തിയില്ല. പകരം ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. 2017 എന്താണെന്നത്? ഈ ദേവപ്രശ്നത്തിന് ശേഷം കൊടിമരം പുതുക്കി പണിയണമെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡ് അത് കോടതിയെ അറിയിച്ചു. കോടതി അവിടെ ഒരു ഒരു അഭിഭാഷക കമ്മീഷണറെ നിയമിച്ചു. എന്ന് വെച്ചാൽ ആ പണി നടക്കുമ്പോൾ ഹൈക്കോടതിയുടെ സാന്നിധ്യം അവിടെയുണ്ട്. ആ സാന്നിധ്യത്തിൽ പണി നടന്ന് എല്ലാ ആഴ്ചയും അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ച് തീർന്ന കേസാണ്. പിന്നെ ഏത് കോടതിയുടെ മുമ്പിൽ ചെന്നും SIT എന്നിട്ടൊന്ന് അന്വേഷിക്കണം, ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോടതിയും അന്വേഷിക്കേണ്ടെന്ന് പറയില്ല. കാരണം പ്രത്യേകിച്ച് ഹൈക്കോടതി അന്വേഷണ കമ്മീഷൻ കൂടി നേതൃത്വം നടത്തിയത് ഞങ്ങൾക്കെതിരെ നിങ്ങൾ കുറ്റം ആരോപിക്കേണ്ട എന്ന് അന്വേഷിച്ചോ, അതുകൂടി അന്വേഷിച്ചാൽ പറഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും കേരളത്തിൽ നടത്തിയ ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളയും ഈ അയ്യപ്പ സംഗമത്തിൽ നടന്ന നഗ്നമായ കൊള്ളയും മറച്ചു വെക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ശരി, ഓക്കെ. ശ്രീ PR ശിവശങ്കർ, ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവിൽ ഇങ്ങനെയാണ് പറയുന്നത്: എക്സിക്യൂഷൻ ഓഫ് വർക്ക്സ് റിലേറ്റിംഗ് ടു ദ ഇവന്റ് വാസ് എൻട്രസ്റ്റഡ് to the Indian Institute of Infrastructure and Construction IIIC without following any tender or competitive bidding procedure. എന്നിട്ട് കോടതി പറയുന്നു, the question that arises for consideration is whether the allocation of work and payment of charges in the aforesaid manner are procedurally and financially in order. ഇത് ശരിയായിട്ടുള്ളതാണോ എന്ന പരിശോധനയാണ് നടത്തേണ്ടത് എന്ന് കോടതി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബിഡിംഗ് ഇല്ലാതെ ഈ IIICക്ക് കൊടുത്തത് തന്നെ ഒരു പ്രശ്നമായിട്ട് ദേവസ്വം ബെഞ്ച് തന്നെ കാണുകയാണ്. സ്വാഭാവികമായിട്ട് സമൂഹം അങ്ങനെ കാണുന്നുണ്ട്. ഇനി അതിൻ്റെ നിയമപരമായ വശങ്ങളാണ് പുറത്തേക്ക് വരേണ്ടത്. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും വാദങ്ങൾ, ഡിഫൻസ് നിലനിൽക്കുന്നതാണോ?
ഒരിക്കലുമല്ല അഭിലാഷ്. ഇതിൽ 2 തെറ്റുകളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, ഇത് ടെൻഡർ ഇല്ലാതെ ULCCക്ക് കൊടുക്കാൻ പറ്റില്ല, 10% അതിനെ ലിവറേജ് കൊടുക്കാം എന്ന് മാത്രമേ പല നിയമത്തിലുള്ളൂ. അത് തന്നെ പല കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ കോടതിയിലുണ്ട് എന്നുള്ളത് കാര്യം സത്യമാണ്. 2, ഇത് മറ്റുള്ളത് 25 കോടിക്ക് താഴെയുള്ള ടെൻഡറുകൾ കൊടുക്കാമെന്നുണ്ട്. അതും നേരത്തെ രാജു പറഞ്ഞതുപോലെ അത് ഗവൺമെൻറ്റിനാണ്. അത് ഇവിടുത്തെ ദേവസ്വം ബോർഡിന് അത് പറ്റില്ല. നിർഭാഗ്യവശാൽ ഗോവനൊക്കെ പറയുന്നത് ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്കും വിശ്വാസം, ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു താഴെയുള്ള ഒരു ഏജൻസി, മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പറയുന്നത് കേട്ട് അനുസരിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥരെ വെക്കുന്ന ഒരു ഏജൻസി മാത്രമായി മാറി എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ശ്രീ ഗോപൻ. നിർഭാഗ്യവശാൽ അദ്ദേഹം അബദ്ധത്തിൽ പറഞ്ഞു പോയത്. അപ്പോൾ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, ജനങ്ങൾക്കും സംശയവുമില്ല. ഇത് സർക്കാരിൻ്റെ ഖ്യാതി വർദ്ധിപ്പിക്കാൻ, അയ്യപ്പൻ്റെ ഖ്യാതിയല്ല, സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും ഖ്യാതി വർദ്ധിപ്പിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടതനുസരിച്ച് പ്രവർത്തിച്ചൊരു ഏജൻസിയാണ്. അതുകൊണ്ട് ഇത് ഊരാലുങ്കലിനാണ് കൊടുത്തത്, അല്ലെങ്കിൽ അത് മറ്റൊരു പേരിട്ട്, ഊരാലുങ്കലിന് പൊതുവേ നല്ല പേരാണെങ്കിൽ ഊരാലുങ്കൽ നേരിട്ട് കൊടുത്താൽ എന്താ പ്രശ്നം? ഊരാലുങ്കലിന് കൊടുക്കട്ടെ. പക്ഷേ അതുമാത്രമല്ല, ഇവിടെ വേറൊരു പ്രശ്നവും കൂടിയുണ്ട്. ഇവിടെ പറയുന്നത് സൊസൈറ്റിക്ക് കൊടുക്കുമ്പോൾ ഒരു സൊസൈറ്റിയെക്കുറിച്ച് കുറ്റം പറയാൻ പാടില്ല എന്നാണ് PK ഗോപൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കരുവന്നൂർ സൊസൈറ്റി ബാങ്ക് കൊള്ളയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. അതും ഒരു സൊസൈറ്റി അല്ലേ, അവിടെയും കൊള്ള നടന്നില്ലേ? ആ കൊള്ളയെക്കുറിച്ച് നമ്മൾ എന്തോരം ചർച്ച ചെയ്തു, എത്ര പേര് അറസ്റ്റ് ചെയ്തു? അതിൽ CPM തന്നെ അതിൽ 7ാമത്തെയും 8ാമത്തെയും കക്ഷിയായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഇത് സൊസൈറ്റി ഉള്ള തെറ്റ്, സൊസൈറ്റിയോ അല്ലെങ്കിൽ വാഗ്ബടാനന്ദ ഗുരുവോ അല്ല തെറ്റ് ചെയ്തത്. ഇന്നത്തെ ഭരണസമിതി അതിനെ നിയന്ത്രിക്കുന്ന മറ്റ് പുറകിലുള്ള റിമോട്ട് കൺട്രോൾ ആളുകൾ നടത്തിയ തെറ്റുകളെ കുറിച്ചിട്ടാണ് ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞത്. അത് GST തരത്തിലുള്ള വെട്ടിപ്പ് വരെ വന്നു എന്നുള്ളത് കാര്യം പറയുന്നു. 2, അദ്ദേഹം പറയുന്നത് 4100 പേര് പങ്കെടുത്തു, അവരുടെ ഒപ്പുണ്ടെന്നാണ്. നമ്മൾ TV-യിലൊക്കെ കണ്ടതാണ്, ഗവൺമെൻറ് ടാഗും ഇട്ടുകൊണ്ട് ധാരാളം പേര് അവിടെ ഇരുന്നതും. അതുപോലെ തന്നെ ഒഴിഞ്ഞ കസേര, മാതൃഭൂമി ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്താണ് എന്തോരം ഒഴിഞ്ഞ കസേര കടന്നു വന്നു. അതുപോലെ തന്നെ അവിടെ ഭക്ഷണം കുഴിച്ചു മൂടിയ കഥയൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ എന്നിട്ടും 4100 പാക്കറ്റ് അരവണയും മഞ്ഞളും കുങ്കുമവും അപ്പവും അടക്കം കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു തട്ടിപ്പിൻ്റെ കഥ കൂടി ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതടക്കം അടിച്ചു മാറ്റി കൊണ്ടുപോയി. 1 കിലോ ചന്ദനം, അതെന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതും കൊണ്ടുപോയി ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 1 കിലോ ചന്ദനം അതും അടിച്ചു മാറ്റി മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു വിട്ടു അത്രേ. ഇത്തരത്തിൽ എല്ലാം അവിടെ നിന്ന് അടിച്ചു മാറ്റി ഈ പേരിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് 2, ഇതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, അയ്യപ്പ സംഗമത്തിന് പണം വേണം. ഇവർ വലിയ രീതിയിലുള്ള പണം ചെലവാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ അവിടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കും എന്നാണല്ലോ ഒരു വാദമുഖം. ഒരു വാദത്തിന് വേണ്ടിയെങ്കിലും ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. ശരി, അവിടെ അടിസ്ഥാന സൗകര്യം വേണം. ഞാൻ 2 കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2022-23 കേന്ദ്ര സർക്കാർ 100 കോടി രൂപ അനുവദിച്ചു. അവിടെ കുടിവെള്ള കാര്യത്തിന്, അതുപോലെ തന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അത്തരത്തിലുള്ള ദീർഘമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 100 കോടി നൽകിയിട്ട് 23 കോടി മാത്രമാണ്, 23.8 കോടി മാത്രമാണ് ആ 2 വർഷം കൊണ്ട് ചിലവാക്കിയത്. എന്നിട്ട് കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും കത്തയച്ചു, നിങ്ങളെ ചിലവാക്കിയതിൻ്റെ എങ്കിലും കണക്ക് തരൂ, ബാക്കി പണം തരാം എന്ന് പറഞ്ഞയച്ചിട്ട് ഇതുവരെ ഒരു റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ 100 കോടി രൂപ കിട്ടേണ്ടടുത്ത് വെറും 23 കോടി മാത്രം മേടിച്ചുകൊണ്ട് ബാക്കി പൈസ ലാപ്സ് ആക്കിയ ഒരു സർക്കാരും അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമാണ് വീണ്ടും 3, 4, 5 കോടി മുടക്കിക്കൊണ്ട് വലിയ അയ്യപ്പ സംഗമം നടത്തി അതിനു വേണ്ടിയിട്ട് പണം സംഭരിക്കുമെന്ന് പറഞ്ഞത് അത് പൂർണ്ണമായി തെറ്റാണ്. 2, ഒരൊറ്റ കാര്യം കൂടി അഭിലാഷ്, ശബരിമല മാസ്റ്റർ പ്ലാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ വർഷങ്ങളായി. ശബരിമല മാസ്റ്റർ പ്ലാനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിലയ്ക്കലിൽ 110 ഹെക്ടറും അതുപോലെ തന്നെ സന്നിധാനത്ത് 12.58 ഹെക്ടറും നൽകണം എന്നും ശബരിമല മാസ്റ്റർ പ്ലാനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സംസ്ഥാന സർക്കാരിന് ശബരിമലയിലെ വികസനം വേണമെന്നൊരൊറ്റ ആഗ്രഹമുണ്ടെങ്കിൽ സന്നിധാനത്ത് നമുക്കറിയാം വിരിവയ്ക്കുവാനോ അവിടെ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. 1 ഹെക്ടറെങ്കിലും വേണ്ട, 1 ഏക്കർ സ്ഥലമെങ്കിലും സന്നിധാനത്തും നിലയ്ക്കലൊരു 10 ഏക്കറും അവിടുത്തെ 10 ഹെക്ടറും അവിടുത്തെ വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനെങ്കിലും നൽകിയിട്ട് ഈ അയ്യപ്പ സംഗമം നടത്തിയിരുന്നെങ്കിൽ ഈ അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ പുറകിലുള്ള താല്പര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയെങ്കിലും ഇല്ലാതിരുന്നേനെ. പക്ഷേ ഇത് പൂർണ്ണമായ തട്ടിപ്പാണ്. ഇത് പണം ഒരാലിങ്കലിനോ അല്ലെങ്കിൽ മറ്റു പലർക്കും ഉണ്ടാക്കാനാണ്, സ്വന്തം ഖ്യാതി വർദ്ധിപ്പിക്കുവാനുള്ള പിണറായി വിജയന്റെയും CPM-ന്റെയും തട്ടിപ്പ് മാത്രമായിട്ടാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. നമ്മൾ വീണ്ടും ശ്രീ PK ഗോപൻ എന്തിന് അയ്യപ്പ സംഗമം നടത്തിയെന്ന ചോദ്യത്തിലേക്ക് തിരികെ പോയ അങ്ങ് പറഞ്ഞു, സ്ഥിരമായി ശബരിമലയിൽ വരുന്ന നിരവധിയായ ഭക്തർ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കാൻ, അത് കേൾക്കാൻ, അതിന് പരിഹാരമുണ്ടാക്കാനുള്ളൊരു സമിറ്റ്, അയ്യപ്പൻ്റെ ഖ്യാതി ഉയർത്താൻ, ദേവസ്വം മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ. നോക്കൂ, ഇതിൻ്റെ ഹോസ്പിറ്റാലിറ്റി എക്സ്പെൻസ് ഒന്ന് നോക്കൂ. താജ് കുമരകത്തെ പ്രശസ്തമായ താജ് ഹോട്ടലിന് മാത്രം 5,24,776 രൂപ കൊടുക്കാനുണ്ട്. KTDCയുടെ കുമരകം ഗേറ്റ് വേ
വലിയ തുകയാണ് കൊടുക്കാനുള്ളത്. ഗ്രീൻഫീൽഡ് കുമരകം, വൈൽഡ് മിസ്റ്റ് ഹോം സ്റ്റേ, അത് മൂന്നാറിലാണ്. ഇപ്പോൾ പമ്പയിലല്ലേ അയ്യപ്പ സംഗമം നടക്കുന്നത്? അയ്യപ്പ ഭക്തരുടെ പരാതി കേൾക്കാനല്ലേ? അപ്പോൾ എന്തിനാ കുമരകത്തും മൂന്നാറിലും ഇതുപോലെയുള്ള വലിയ സ്റ്റാർ ഹോട്ടലുകളിൽ താമസ സൗകര്യം ഒരുക്കി അതിന് വലിയ തുക ഇപ്പോൾ കുടിശ്ശികയാക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ കുമരകത്തെ കരിമീൻ കഴിച്ച് ഒരു ദിവസം ഉല്ലാസം അനുഭവിക്കാനായിരുന്നെങ്കിൽ അത് അങ്ങനെ ചെയ്യായിരുന്നല്ലോ. ശരി, അഭിലാഷ് മോഹൻ, നിങ്ങളെപ്പോലുള്ള ആളുകളെങ്കിലും ഇങ്ങനെ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. മറ്റ് രണ്ടുപേർക്കും പൊളിറ്റിക്കൽ ആയിട്ടുള്ള അങ്ങൊരു ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നേ? അവിടെ അല്ല ഞാൻ ഉത്തരം പറയാം, പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത ചോദ്യം എന്നോട് മാത്രം ഇടയ്ക്ക് ചോദിച്ചിരുന്നാൽ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് സമയം തരണം. അങ്ങ് എൻ്റെ കർഷകത്തിൽ മാത്രം ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നാൽ എനിക്ക് ഒരു മറുപടിയും പറയാൻ പറ്റാതെ വരും. നിർത്തുക എന്നുള്ളതേ ഉള്ളൂ, വേറെ വഴിയില്ല. അല്ല, ഇത് ദേവസ്വം ബോർഡ് ഉത്തരം പറയേണ്ട കാര്യമല്ലേ? അവർ രണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളാണ്. അവരോട് ഞാൻ എന്ത് ചോദിക്കാനാ? ഇത് അങ്ങ് വ്യക്തത വരുത്തേണ്ട കാര്യമാണ്. ഞാൻ ആ കാര്യത്തിലേക്ക് അങ്ങ് സംസാരിച്ചോണ്ടിരിക്കും. ഒരു തരത്തിലും പഠിക്കല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? അങ്ങ് ഈ വിഷയത്തിന് ഉത്തരം പറയൂ. അഭിലാഷ് സംസാരിച്ചോണ്ടിരിക്കെ ഞാൻ നിർത്താം. നിർത്തരുത്. ഇതിന് ഉത്തരം ഞാൻ പറഞ്ഞോളൂ. ഇതിനൊരു ഉത്തരം പറയൂ അങ്ങ്. അല്ല, അങ്ങക്ക് ചോദ്യം മാത്രമേ ഉള്ളൂ. അങ്ങ് വളരെ മാന്യമായി നടക്കുന്ന ഒരു അവതാരകനായിരുന്നു. ഇപ്പൊ അങ്ങേക്ക് വന്നിരിക്കുക. ഞാൻ വളരെ മാന്യമായിട്ടല്ലേ അങ്ങയോട് ചോദിച്ചത്. ഇതിന്റെ ഹോസ്പിറ്റാലിറ്റി എക്സ്പെൻസ് ഇപ്പോഴും പണം കൊടുക്കാനുള്ള ഹോട്ടലുകളുടെ ലിസ്റ്റ് മാന്യത കുറവ് ആരും കാണിക്കുന്നില്ലല്ലോ. നമ്മൾ ആരെങ്കിലും മാന്യത കുറവ് കാണിക്കുന്നു? മാന്യത കുറവ് കാണിക്കുന്നു. അങ്ങ് ഈ വിഷയത്തിലേക്ക് അപകടം ഒന്നും ഇവിടില്ല. എല്ലാവരും മാന്യമായിട്ട് എനിക്ക് അവരെ രണ്ടുപേരോട് ആക്ഷേപമില്ല. അവർ വിഷയത്തിലേക്ക് വരൂ. ഈ വിഷയം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലായിക്കൊള്ളട്ടെ. ശരി, അപ്പൊ അങ്ങ് ഈ വിഷയത്തിലേക്ക് വരൂ. എന്തെങ്കിലും ഒന്ന് മനസ്സിലായിക്കൊള്ളട്ടെ. ബഹളം മാത്രമായിട്ട് നടക്കണ്ട. ഒന്നാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞതിനെ തന്നെ ഞാൻ പ്രതികരിക്കാം. അങ്ങ് ഈ പറഞ്ഞ ആളുകളൊന്നും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് നേതാക്കന്മാർക്ക് സംസാരിക്കാനൊന്നും കുമരക റിസോർട്ട് കൊടുത്തില്ല. നമ്മൾ രാജ്യത്തിന്റെ പുറത്ത് നിന്നോ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്ന അത്തരം ചില VIP-കളുണ്ട്. വിദഗ്ധന്മാർ, ടെക്നീഷ്യന്മാർ, വിദഗ്ധകളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അവർക്ക് മാന്യമായ അക്കോമഡേഷൻ കൊടുക്കണം. കുമര ഹോട്ടലും താജ് ഹോട്ടലും ഒക്കെ താമസിക്കാതെ നിലയ്ക്കലും പമ്പയിലും ഒക്കെ എത്ര ഹോട്ടലുകളുണ്ട് സാർ? അപ്പോൾ കേരളത്തിന്റെ കുറച്ച് പരിസരത്തോട്ട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഹോട്ടൽസ് എടുത്തു കൊടുക്കണം. ഒരു കാര്യം ഞാൻ പറയാം, സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടോ ദേവസ്വം ബോർഡിന്റെ ഫണ്ടോ ഉപയോഗിച്ച് ഇത് പരിഹരിക്കില്ല. ഇത് സ്പോൺസർഷിപ്പ് കണ്ടെത്തിയേ പരിഹരിക്കുകയുള്ളൂ. അത് ദേവസ്വം ബോർഡ് ഉറപ്പ് തന്നിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞതായിട്ടാണ് ശിവശങ്കർ സാർ ആശ്വാസം കൊള്ളുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ശബരിമലയ്ക്കകത്ത് ഒരു ഇല അനങ്ങണമെങ്കിൽ ദേവസ്വം മന്ത്രി വിചാരിക്കണം. നിങ്ങളത് തിരുത്തിയല്ലോ. എന്തായാലും സർക്കാരിന്റെ കീഴിലല്ല ദേവസ്വം ബോർഡ് നിങ്ങൾ പറഞ്ഞല്ലോ. പക്ഷെ സർക്കാരിന്റെ ദേവസ്വം ബോർഡിൽ ഉത്തരവാദിത്വം വരുന്നത് എങ്ങനെയാ? അവിടെ മകരവിളക്ക് നടക്കുമ്പോൾ, മണ്ഡലവിളക്ക് നടക്കുമ്പോൾ, വലിയ പ്രധാനപ്പെട്ട പരിപാടി നടക്കുമ്പോൾ അതിന്റെ കോർഡിനേഷൻ ചുമതല സർക്കാരിനാ. അതുകൊണ്ട് അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള ബാധ്യത കേരള സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ പങ്കെടുത്തത്. അപ്പൊ ദേവസ്വം ബോർഡിലെ ഭരണാധികാരികളെ നിശ്ചയിച്ചു കൊടുക്കുന്ന ജോലിയാണ് സാങ്കേതികമായിട്ട് ഗവൺമെന്റിനുള്ളത്. എന്നാൽ പിന്നീട് വരുന്ന ഇപ്പോ അവിടുത്തെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണല്ലോ ശ്രീ വാസവ മിനിസ്റ്റർക്ക് അവിടെ ആദ്യം ഇടപെടാൻ കഴിയാഞ്ഞത്. അവസാനം ഹൈക്കോടതി ഉത്തരവ് കൊടുത്തപ്പോൾ അദ്ദേഹം പോയി ഈ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ കോർഡിനേറ്റ് ചെയ്താണല്ലോ വളരെ ഭംഗിയായിട്ട് അവിടെ മണ്ഡലവിളക്ക് സമാപിച്ചത്. ആദ്യം നിങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന ആക്ഷേപം മുഴുവൻ അതിനകത്ത് തീരെ കഴമ്പില്ലെന്നും പറയുന്നില്ല. പക്ഷേ ആക്ഷേപം പരിഹരിക്കുകയും വളരെ മാന്യമായിട്ട് നടക്കുകയും ചെയ്തു. ഇനി ശിവശങ്കർ സാർ എന്തിനാണ് ഈ വൈകുന്നേരം മലർന്നു കിടത്ത് ഉപ്പെന്നറിയാൻ വയ്യ? അദ്ദേഹത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ അദ്ദേഹം പരിശ്രമിച്ചത്? എനിക്കറിയാൻ വയ്യ. 110 ഏക്കർ എടുത്ത് കൊടുക്കണം. സാറേ, ഇത് കേന്ദ്ര വനം വകുപ്പിന്റെ അനുമതി വേണം. സംസ്ഥാന ഗവൺമെന്റ് നിരന്തരമായിട്ട് നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുകയാണ് അവിടെ വനംഭൂമി വിട്ടുകൊടുക്കാൻ. സംസ്ഥാന ഗവൺമെന്റ് വിട്ടുകൊടുക്കാൻ അധികാരമുണ്ടെന്ന് അങ്ങ് വാദിക്കുകയാണോ? ഒരു നിയമ ധാരണയുള്ള അങ്ങേപ്പോലുള്ള ആളുകൾ വാദിക്കുകയാണോ ശബരിമലയിൽ 110 ഏക്കർ എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി വേണ്ട, സംസ്ഥാന ഗവൺമെന്റ് എടുത്തു കൊടുക്കാൻ പറ്റുമെന്ന്? എന്തൊക്കെ അങ്ങിരുന്നുകൊണ്ട് പറയുന്നത്? ഇങ്ങനെയെങ്കിലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ അങ്ങ് പരിശ്രമിക്കണം. ഇനി പിന്നെ ഞാൻ അഭിലാഷ് ചോദിച്ചതിനോട് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി ആവർത്തിക്കാം. അത് യാതൊരു തരത്തിലും ദേവസ്വം ബോർഡിന്റെയോ ഗവൺമെന്റിന്റെയോ പണം എടുക്കാതെ ആ പ്രശ്നം 17-ാം തീയതി നടക്കുന്ന ചർച്ചയോടുകൂടി പരിഹരിക്കാൻ കഴിയും. ഇനി ശ്രീ രാജു പറഞ്ഞ ഒരു പ്രശ്നം, ഒരു പ്രധാനപ്പെട്ട ഇതിലെ നമ്മുടെ യുക്തി എന്നുള്ള സാധനമുണ്ട്. പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമം അങ്ങ് പറഞ്ഞു എക്സ്പേർട്സിനെയും മറ്റുമൊക്കെ, ഏത് എക്സ്പേർട്സിനെയും അറിയില്ലേ? ഓക്കെ, VIP ഗസ്റ്റുകളെ താമസിപ്പിക്കാൻ കുമരകം, എനിക്ക് മനസ്സിലായി. ഈ ലിസ്റ്റിൽ
പണം കൊടുക്കാനുള്ള ലിസ്റ്റിൽ വൈൽഡ് മിസ്റ്റ് ഹോം സ്റ്റേ എന്നൊരു സ്ഥാപനമുണ്ട്. ഞാനത് നോക്കുമ്പോൾ അടിമാലിക്കപ്പുറം മൂന്നാർ റൂട്ടിലാണ് അയ്യപ്പ സംഗമം നടക്കുന്നത്. എവിടെയാണെന്ന് നമുക്കറിയാം. ഈ അടിമാലിക്കപ്പുറത്തുള്ള റൂം, അതും ഒരു ഹോം സ്റ്റേ, അയ്യപ്പ സംഗമത്തിന് വേണ്ടി ബുക്ക് ചെയ്തതിന്റെ ഒരു യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. സമീപ പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അയ്യപ്പ സംഗമത്തിന്റെ കണക്കിലാണ് എന്ന് മാത്രമല്ല, ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ഒരു റൂം ഒഴികെ, ഒരു ഹോട്ടൽ ഒഴികെ ബാക്കിയെല്ലാം ബുക്ക് ചെയ്തത് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിലല്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ല, എനിക്ക് അറിയില്ല, അങ്ങ് പറഞ്ഞാൽ മതി, വിശദീകരിച്ചാൽ മതി ഇതിന്റെ ഒരു യുക്തി. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അല്ല, ഞാൻ പറയട്ടെ, പമ്പയിലും മറ്റ് സ്ഥലങ്ങളിലും മാത്രമായിട്ട് ഈ റൂം എടുക്കാൻ പറ്റില്ല. കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവർക്ക് കേരളം ഒരു യൂണിറ്റാ. അപ്പൊ ശബരിമലയിൽ രാവിലെ എത്തത്തക്കവണ്ണം, അല്ലെങ്കിൽ പിന്നെ 10 മണിക്ക് എത്തത്തക്കവണ്ണം അവർക്കൊരു 3 മണിക്കൂറോ 4 മണിക്കൂറോ യാത്ര ചെയ്താലേ എത്താൻ പറ്റുന്ന സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട്. അടിമാലിയും പമ്പയും പത്തനംതിട്ടയും തമ്മിൽ ഒരു 2 മണിക്കൂർ യാത്ര ചെയ്താൽ എത്താവുന്ന സ്ഥലമുള്ളൂ, അല്ലെ 2.5 അല്ലെ 3 മണിക്കൂർ. അപ്പൊ രാവിലെ അവർക്ക് 7 മണിക്ക് തിരിച്ചാൽ 10 മണിക്കത്തെ സംഗമത്തിൽ പങ്കെടുക്കാം. അപ്പൊ അവിടെ ആവശ്യമായ റൂം അവൈലബിൾ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എടുക്കും സാർ. അത് സ്വാഭാവികമായി ഇത്തരം സംഘടനാ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, കോർഡിനേഷൻ നടത്തുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമുള്ളത്. അതിന് നമ്മൾ ഇത്രയും വലിയ ഇരുട്ടിത്തപ്പേണ്ട കാര്യമില്ല. ഇനി ശ്രീ രാജു പറഞ്ഞത് 2017 കൊടിമര മാറ്റം കേരള ഹൈക്കോടതി അനുമതി വാങ്ങിച്ചു. ആ കേരള ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന നാളിനകത്ത് 1-ാം പ്രതിയായിട്ട് വന്നിരിക്കുക ഇതിനകത്ത്. അല്ല, നിങ്ങൾ ഞാൻ ഇടപെട്ടില്ല അങ്ങ് പറഞ്ഞപ്പോ. ശരി, അങ്ങ് ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ വെറുതെ ഇടപെട്ട് അങ്ങ് പറഞ്ഞ വിഷയത്തെ അഡ്രസ് ചെയ്യാണ്. അല്ല, അത് പറയാതിരിക്കാൻ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. 2017 MS കുറുപ്പ് ഇതിനകത്ത് ഒരു കക്ഷിയായിട്ട് വരാൻ പോവുക. ഹൈക്കോടതി കൊണ്ട് റിപ്പോർട്ട് കൊടുത്തേ 2017 കൊടിമര മാറ്റം. ഇനി 2017 കൊടിമര മാറ്റത്തിന് ഫോണിക് ഗ്രൂപ്പ് 3,20,00,000 രൂപ തന്നു. ആ പൈസ ദേവസ്വം ബോർഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് മറച്ചു വെച്ചിട്ട് നിങ്ങൾ 26 പേരിൽ നിന്ന് സ്വർണം വാങ്ങിച്ചു. എന്നിട്ട് നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി കസ്റ്റംസിൽ നിന്ന് 1000-ലധികം പവൻ സ്വർണമാണ്, 1000-ലധികം പവൻ സ്വർണം കസ്റ്റംസിൽ നിന്ന് വാങ്ങിച്ചു. തന്നിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഫെബ്രുവരി 9-ാം തീയതി, ഞാൻ പറഞ്ഞു തരട്ടെ, ഇടപെടാതെ, ഫെബ്രുവരി 9-ാം തീയതി അജയ് തറയിൽ പറഞ്ഞു, ഈ 3,20,00,000 രൂപ ഫോണിക്സ് ഗ്രൂപ്പിൽ നിന്നല്ലാതെ ഞങ്ങൾ ഒരു സംഭാവനയും വാങ്ങിച്ചിട്ടുള്ളത് 9-ാം തീയതി പറഞ്ഞു. 9-ാം തീയതി ക്ലിപ്പിംഗ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. 10-ാം തീയതി അജയ് തറയിൽ പറഞ്ഞു പല ആളുകളിൽ നിന്ന് അത് വാങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഇങ്ങനെ ദേവസ്വം ബോർഡിന്റെ കൊടിമരം മാറ്റാൻ, ദേവസ്വം ബോർഡിന്റെ കൊടിമരത്തിന് വേണ്ടി സ്പോൺസർഷിപ്പ് തന്ന 3,4 കോടി രൂപ, അതിന്റെ എസ്റ്റിമേറ്റ് 3,4 കോടി രൂപയാണ്. ആ തുക കൂടാതെ പലരിൽ നിന്നും സ്വർണം വാങ്ങിയിട്ട്, പല നടന്മാരിൽ നിന്നും സ്വർണം വാങ്ങിയിട്ട് നടത്തിയ ഭീകരമായ കൊള്ള 2019-25 ഭീകരമാണ്. ആ കഥ ഒരു മാസത്തിനകം വിജിലൻസ് കൊലപാതകത്തിനെതിരായിട്ട് സമരം നടത്താൻ നിശ്ചയിച്ച കൺവീനർ എങ്ങനെയാണോ അതുപോലെ അജയ് തറയിൽ ഇതിനകത്ത് കുറ്റവാളിയാകുകയാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ കുറ്റവാളിയാകുകയാണ്. നിങ്ങളുടെ ബോർഡ്, ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് 2012 ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തിയ കൊള്ള പുറത്തു വരാൻ പോവുകയാണ്. അയ്യപ്പ സംഗമത്തെയോ ഇപ്പൊ നടന്ന ചെലവിനെയോ 3-4 കോടി രൂപ പറഞ്ഞ കാര്യത്തിലൂടെ ഒറ്റ പ്രതികരണം ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ദേവസ്വം വിജിലൻസ് ആണല്ലോ ഇക്കാര്യം അന്വേഷിച്ചത്. എന്നിട്ട് ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തല്ലോ. ആ റിപ്പോർട്ട് നമ്മുടെയൊക്കെ കൈവശം ഉണ്ടല്ലോ. അതിൽ പറയുന്ന, വളരെ വ്യക്തമായി പറയുന്ന കാര്യം, അങ്ങ് ഈ വിശദീകരിച്ച കാര്യത്തിൽ തന്നെ ശരിയാണ്. 3,20,00,000 എസ്റ്റിമേറ്റ് കണ്ടു. എന്നിട്ട് ഫീനിക്സ് ഗ്രൂപ്പ് ഈ 3,20,00,000 രൂപ പ്രത്യേകം തുടങ്ങിയ ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതനുസരിച്ച് ആ പണം ഉപയോഗിച്ച് അതിൽ നിന്ന് 2,90,00,000 ഉപയോഗിച്ചിട്ടാണ് കസ്റ്റംസിൽ നിന്ന് സ്വർണം വാങ്ങിച്ച് ഈ കൊടിമരത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ 27 ആളുകളിൽ നിന്ന്, അതിൽ മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും ഒക്കെ പോലും 27 ആളുകളിൽ നിന്ന് സ്വർണം പിന്നീട് സ്വീകരിച്ചു. ആര്? പ്രയാർ ഗോപാലകൃഷ്ണനാണോ? അജയ് തറയിലാണോ? ഇല്ല, ഹൈക്കോടതി നിയോഗിച്ച, ഹൈക്കോടതിയുടെ പ്രതിനിധിയായി അവിടെ ഈ കാര്യങ്ങൾ ചെയ്ത കുറുപ്പ്, അഡ്വക്കേറ്റ്സ് കമ്മീഷൻ, അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള മുൻകൈയിൽ അദ്ദേഹം നേരിട്ട് വാങ്ങിച്ച് അത് തിരുവാഭരണം കമ്മീഷണർക്ക് കൈമാറുകയാണ് ചെയ്തത്. അദ്ദേഹം മാത്രമാണ് അക്കാര്യത്തിൽ ഇൻവോൾവ് എന്ന് വളരെ കൃത്യമായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് പ്രയാർ ഗോപാലകൃഷ്ണനെ, അജയ് തറയിലിനെ ആരോപണം എന്നാണ് ദേവസ്വം വിജിലൻസ് പറയുന്നത്? ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ്സ് കമ്മീഷൻ ഇത് കുറിച്ചാണല്ലോ അഭിലാഷ് മോഹൻ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഇതാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിനോട് അന്വേഷിക്കാൻ കോടതി പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞതല്ല, ദേവസ്വം വിജിലൻസ് പറഞ്ഞതാണ്. കുറുപ്പിനെയാണ് നേരത്തെ ഇവിടെ ന്യായീകരിച്ചത്.
നേരത്തെ ഇവിടെ ന്യായീകരിച്ചത് ആ കുറിപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ്, ഹൈക്കോടതി കമ്മീഷന്റെ ഉത്തരവിൻ പ്രകാരമാണ് കൊടിമരം മാറ്റിയെന്നൊക്കെയാണ് കോൺഗ്രസ് പ്രതിനിധി ശ്രീ രാജു ഇവിടെ പറഞ്ഞത്. പക്ഷെ അങ്ങിപ്പോ ASP കുറിപ്പിനെ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ ASP കുറിപ്പിന്റെ ഈ സമയത്ത് എന്റെ ചോദ്യം, ദേവസ്വം ബോർഡിന് ആ സമയത്ത് ഉത്തരവാദിത്വം ഇല്ലെന്നാണോ ഈ പറയുന്നത്? എന്നാണ് ദേവസ്വം ബോർഡ് രസീത് കൊടുത്തോ? ഈ വാങ്ങിയ സ്വർണത്തിനെല്ലാം രസീത് കൊടുത്തോ? ദേവസ്വം ബോർഡ് അല്ല, ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ്സ് കമ്മീഷനാണ്. തെളിവ് അവിടെ ഉണ്ടോ? അഡ്വക്കേറ്റ്സ് കമ്മീഷനാണ് ഇക്കാര്യം ചെയ്തത്, ഞാനല്ല. ഈ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള പിന്നെ ഏജൻസിയാണ് പറഞ്ഞത്. ഈ ദേവസ്വം ബോർഡ് കൈപ്പറ്റിയ ഇത്തരം ഉരുപ്പടികൾക്ക്, സ്വർണ്ണ ഉരുപ്പടികൾക്ക് രസീത് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. അഡ്വക്കേറ്റ് കമ്മീഷന്റെ കയ്യിൽ ഇത് കൊണ്ട് കൊടുക്കുകയാണ് അവർ ചെയ്തത്. അഡ്വക്കേറ്റ് കമ്മീഷന്റെ കയ്യിലാണ് കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഇല്ല. ഞാനത് വായിക്കാം. എന്താണ് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഇല്ലെന്നാണോ അങ്ങ് പറയുന്നത്? എന്നാ ഞാൻ നോക്കൂ, ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ പറയാം. ഭക്തജനങ്ങളിൽ നിന്ന് സംഭാവനയായി ലഭിക്കുന്ന സ്വർണം പ്രത്യേകം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെ ചുമതലപ്പെടുത്തി ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഞാൻ മറുപടി പറയാം. അല്ലല്ല, ഈ ഉത്തരവ് നോക്കൂ, ഇത് അങ്ങ് സൂചിപ്പിച്ച കാര്യം തന്നെ. ഭക്തർ നൽകിയ സ്വർണത്തിന് അവർക്ക് രസീതുകൾ നൽകാതെ അവ്യക്തമായ രേഖപ്പെടുത്തലുകൾ മാത്രമാണ് മഹസറിൽ കാണുന്നത്. മഹസറുകൾ പരിശോധിച്ചതിൽ നിന്ന് ഭക്തർ സമർപ്പിച്ച സ്വർണം അഡ്വക്കേറ്റ്സ് കമ്മീഷണർ ശ്രീ ASP കുറിപ്പ് കൈപ്പറ്റിയ ശേഷം തിരുവാഭരണം കമ്മീഷണർ ഏൽപ്പിക്കുന്നതായാണ് മഹസറുകളിൽ പ്രതിപാദിക്കുന്നത്. സ്വർണം കൈപ്പറ്റുന്നതിന് അഡ്വക്കേറ്റ്സ് കമ്മീഷണർ ചുമതലപ്പെടുത്തി ബോർഡ് ഉത്തരവുകൾ ഒന്നുമില്ല. സ്വർണ്ണ കൊടിമരത്തിന്റെ നിർമ്മാണത്തിൽ മേൽനോട്ട ചുമതലയുള്ള പ്രധാനി എന്ന നിലയിൽ ഭക്തർ ടിയാനെ സ്വർണം ഏൽപ്പിക്കുന്നത് പക്ഷം അത് ഉടൻ തിരുവാഭരണം കമ്മീഷണർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി വരവ് വെച്ച് രസീത് നൽകി പോരേണ്ടതായിരുന്നു. കൊടിമര നിർമ്മാണത്തിന് സ്വർണം സംഭാവനയായി നൽകിയവരുടെ പേര് വിവരങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ 27 പേരുടെ ഒരു പട്ടിക മാത്രമാണ് അഡ്വക്കേറ്റ്സ് കമ്മീഷണർ ശ്രീ ASP കുറിപ്പ് നൽകിയത്. മേൽവിലാസം പൂർണ്ണമല്ല. ഓരോരുത്തരും നൽകിയ സ്വർണത്തിന്റെ അളവ് ഇതിലില്ല. പട്ടിക ഇതിനോടൊന്നിച്ച് സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് മുഴുവൻ ചെയ്തത് ദേവസ്വം ബോർഡല്ല, അഡ്വക്കേറ്റ്സ് കമ്മീഷണറാണെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയാൽ പിന്നെ എനിക്കോ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കേട്ടോ, ഈ ഹൈക്കോടതി ഉത്തരവില്ലാതെ ഈ കൊടിമരത്തിന് വേണ്ടി 45 കിലോ സ്വർണവും വെള്ളിയും വെങ്കലവും കൂടി ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ട് 45 കിലോ സ്വർണം, വെള്ളി, ചെമ്പ്. ഹൈക്കോടതിയുടെ ഉത്തരവില്ലാതാണ്. ശരി, പറയൂ ശ്രീ രാജു പി നായർ. അല്ല അഭിലാഷേ, അദ്ദേഹം ചോദിക്കുന്നത് 2017 ASP കുറിപ്പ് ഇത് മേടിച്ചിട്ട് നടന്ന ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളതാണ്, അത് റിപ്പോർട്ട് കൊടുത്താണ് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ അതിന് ക്രമക്കേട് നടത്തുന്നതാണല്ലോ പറയുന്നത്. അതിന് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ല. കാരണം എന്താ അറിയോ, ദേവസ്വം ബോർഡ് അന്നത്തെ പ്രയാർ ഗോപാലകൃഷ്ണൻ വ്യാജ ഉത്തരവ് ഉണ്ടാക്കിയില്ല. പിത്തളപ്പാളി എന്നുള്ളത് വെട്ടി ചെമ്പുപാളി എന്ന് എഴുതി വ്യാജ ഉത്തരവ് ഉണ്ടാക്കിയില്ല. മറിച്ച് ആ കൊടിമരം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അറിയിച്ചു. നിങ്ങളത് അറിയിച്ചില്ല. പറയട്ടെ അറിയിച്ചു. അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞ മാന്യത ഒന്ന് കാണിക്കുക, ഇടപെടില്ല എന്നുള്ളത് കാണിക്കുക. ഞാൻ പറഞ്ഞുതരാം, പറഞ്ഞു വരട്ടെ. എന്നിട്ട് ഹൈക്കോടതി അന്വേഷണ കമ്മീഷണർ നിയമിച്ചു. ആ അന്വേഷണ കമ്മീഷണർ PK ഗോപൻ പറഞ്ഞതിന്റെ മറുപടി, ആ അന്വേഷണ കമ്മീഷണറായിട്ടുള്ള ASP ഗ്രൂപ്പ് കോടതിയോട് പറഞ്ഞിരിക്കുന്നു, ഈ പണി തീർക്കുന്നതിന് വേണ്ടി കൂടുതൽ സ്വർണം വേണം എന്ന് ദേവസ്വം ബോർഡിന് ആവശ്യപ്പെട്ടിട്ട് ദേവസ്വം ബോർഡ് കൊടുത്തില്ല. എന്നിട്ട് അതിനകത്ത് പറയുകയാണ് കിലോ കണക്കിന് സ്വർണം ശബരിമലയിൽ വന്നിട്ട് പോലും ഞാൻ അധിക സ്വർണത്തിന് വേണ്ടി ഞാൻ തെണ്ടേണ്ടി വന്നു. റിപ്പോർട്ടാണ്, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ കൊടിമരം നിർമ്മിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിലെ ദേവന്റെ സ്വത്ത് എടുത്ത് ക്രയവിക്രയം ചെയ്യാൻ കഴിയില്ല. അത് ചെയ്യില്ല എന്നുള്ള നിലപാടുള്ളതുകൊണ്ട് ദേവസ്വം ബോർഡ് ആ സ്വർണം കൊടുത്തില്ല. നിങ്ങൾ പറഞ്ഞ പോലെ 40 കിലോ PK ഗോപനൊക്കെ 40 കിലോ എന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഈ കൊടിമര മാറ്റത്തിന് വേണ്ടി 45 കിലോ സ്വർണവും വെള്ളിയും ദേവസ്വം ബോർഡ് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ശരി, അയ്യപ്പ സംഗമത്തിൽ നടന്നത് എന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്തത്. സമയം പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഓഡിറ്റ് റിപ്പോർട്ട് ചില ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കോടതി ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണവും പരിശോധനയും നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അയ്യപ്പ സംഗമം നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്താൻ ബോർഡ് നിർബന്ധിതമാവുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്കുള്ള സമയമില്ല. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.